ഹായ് വെൽക്കം ടു എച്ച് വേൾഡ് ക്ലാസ്സസ്. നമ്മളിന്ന് സൈക്കോളജി സബ്ജക്റ്റിലെ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിലെ ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതോടുകൂടി ഈ തേർഡ് മൊഡ്യൂൾ കംപ്ലീറ്റഡ് ആവും. സോ ഇതിൽ നമ്മൾ പെർസെപ്ഷൻസിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ അതിൽ കുറച്ചുകൂടി ബാക്കി ഉണ്ടായിരുന്നു. അതായത് പെർസെപ്ഷൻ ക്യൂസ്, സോ അതായത് ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്, അതായത് ഡെപ്ത്, ഡിസ്റ്റൻസ്, അങ്ങനെ റിലേറ്റീവ് സൈസ്, സോ അതിനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ളതും, അതുപോലെ ഇല്യൂഷൻ എന്താണ്, സോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പെർസെപ്ഷൻ ഓഫ് ഡെപ്ത് ആൻഡ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. ഡെപ്ത് പെർസെപ്ഷൻ റെഫേഴ്സ് ടു വൺസ് വിഷ്വൽ എബിലിറ്റി ടു പെർസീവ് ദ വേൾഡ് ഇൻ 3 dimension and thus enabling us to judge the distance of an object. സോ ഡെപ്ത് പെർസെപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു ആഴം, ഡെപ്ത് അളക്കുക എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഒരു വിഷ്വൽ എബിലിറ്റിയാണ്. നമ്മുടെ വേൾഡിനെ നമുക്ക് 3 dimensionൽ നമുക്ക് കാണാൻ പറ്റുന്നതിൻ്റെ ഒരു അടയാളമാണ് ഈ ഡെപ്ത് അല്ലെങ്കിൽ ആഴം നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ നമ്മൾ ഈ ആഴം എങ്ങനെയാണ് നമ്മൾ അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആഴം അത് ഡിസ്റ്റൻസിൻ്റെ ബേസിലാണ്. ഒരു ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസിൻ്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ഡെപ്ത് അളക്കാം. അതുപോലെ തന്നെ ദ പ്രോസസ് ബൈ വിച്ച് വി ഡിറ്റർമിൻ ദ ഡിസ്റ്റൻസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇസ് നോൺ ആസ് ഡിസ്റ്റൻസ്. സോ ഒരു വസ്തുവിൻ്റെ ദൂരം നമ്മൾ അറിയുന്നതിന് അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡിസ്റ്റൻസ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഡിസ്റ്റൻസ് പെർസെപ്ഷൻ അല്ലെങ്കിൽ ഡെപ്ത് പെർസെപ്ഷൻ നമ്മുടെ ബ്രെയിൻ യൂസ് ചെയ്യുന്നത് 2 തരത്തിലുള്ള ഇൻഫർമേഷൻസ് ആണ്. സോ അതിന് നമ്മൾ മോണോക്കുലർ ആൻഡ് ബൈനോക്കുലർ ക്യൂസ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവർ ബ്രെയിൻ യൂസസ് ബോത്ത് മോണോക്കുലർ ആൻഡ് ബൈനോക്കുലർ ക്യൂസ് ടു ജഡ്ജ് ഡെപ്ത് ആൻഡ് ഡിസ്റ്റൻസ്. ഡെപ്ത്, ആഴം അല്ലെങ്കിൽ ദൂരം കാണാൻ വേണ്ടി നമ്മുടെ ബ്രെയിൻ യൂസ് ചെയ്യുന്ന അത് 2 ഇൻഫർമേഷൻസ് ആണ്. അത് മോണോക്കുലറും ബൈനോക്കുലറും. ഇനി എന്താണ് മോണോക്കുലർ ക്യൂസ് എന്ന് നോക്കാം. ദോസ് ഇൻഫർമേഷൻ ഓർ ക്യൂസ് ദാറ്റ് അവർ ബ്രെയിൻ റിസീവ്സ് ഫ്രം ഓൺലി 1 eye only. സോ നമ്മുടെ ഒരു കണ്ണിലൂടെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിന് കിട്ടുന്ന ഇൻഫർമേഷനെ നമുക്ക് മോണോക്കുലർ ക്യൂസ് അല്ലെങ്കിൽ മോണോക്കുലർ ഇൻഫർമേഷൻ എന്ന് പറയാം. ദിസ് ക്യൂസ് ആർ വീക്കർ ദാൻ ബൈനോക്കുലർ ക്യൂസ്, ഇൻഫർമേഷൻ ദാറ്റ് അവർ ബ്രെയിൻ റിസീവ്സ് ഫ്രം ബോത്ത് ഐസ്. സോ ഇത് ബൈനോക്കുലർ വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ 2 കണ്ണിലൂടെയും കിട്ടുന്ന ഇൻഫർമേഷനാണ് ബൈനോക്കുലർ ക്യൂസ് അല്ലെങ്കിൽ ബൈനോക്കുലർ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. സോ ഇത് എന്തിനെ മോണോക്കുലർ ക്യൂസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് സ്ട്രെങ്ത് കുറവായിരിക്കും. ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് മോണോക്കുലർ ക്യൂസായിട്ടുള്ള കുറച്ച് പെർസെപ്ഷൻസ് നോക്കാം. അത് പെർസെപ്ഷനിലെ റിലേറ്റീവ് സൈസ് ആണ്. ഫസ്റ്റ് റിലേറ്റീവ് സൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദിസ് ക്യൂ ഗിവ് us ഇൻഫർമേഷൻ അബൌട്ട് ദ ഡിസ്റ്റൻസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് റിലേറ്റീവ് സൈസ് വിത്ത് എ സിമിലർ ഒബ്ജക്റ്റ്. സോ ഈ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഒബ്ജക്റ്റിനെ അതിൻ്റെ സിമിലർ ഒബ്ജക്റ്റുമായിട്ടുള്ള ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുന്നത് കമ്പയർ ചെയ്യുകയാണ്. എ വിഷ്വൽ ക്യൂ ബേസ്ഡ് ഓൺ കമ്പാരിസൺ ഓഫ് ദ സൈസ് ഓഫ് ആൻ അൺനോൺ ഒബ്ജക്റ്റ് ടു ഒബ്ജക്റ്റ് ഓഫ് നോൺ സൈസസ് റിലേറ്റീവ് സൈസ്. നമുക്കിപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ കണ്ടു. സോ പക്ഷേ ആ ഒബ്ജക്റ്റിൻ്റെ സൈസ് എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്കതിൻ്റെ സൈസ് അറിയില്ല. അപ്പം നമുക്കറിയാത്തൊരു ഒബ്ജക്റ്റിൻ്റെ സൈസ് അറിയാത്തതുകൊണ്ട് നമ്മൾ അതിനെ കമ്പയർ ചെയ്യും. നമുക്കറിയുന്ന ഒരു ഒബ്ജക്റ്റുമായിട്ട് അതിനെ കമ്പയർ ചെയ്യും. സോ ഉദാഹരണം, ഒരു ആപ്പിൾ കണ്ടിട്ടില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ പറയും അയാൾക്ക് അതിൻ്റെ സൈസ് അറിയത്തില്ല, അപ്പം അതറിയില്ല. അപ്പോൾ അയാളെന്ന് പറയും ഇത് ഓറഞ്ചിൻ്റെ അതേ സൈസാണ്, അതുപോലെ ഇരിക്കുന്നു. സോ ഓറഞ്ചിൻ്റെ അതേ സൈസിലുള്ളതാണ് ആപ്പിളും. സോ അങ്ങനെ നമുക്കറിയുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ സൈസ് വെച്ച് നമുക്കറിയാത്തതിനെ റിലേറ്റ് ചെയ്ത് പറയുന്നു. സോ അതിനെയാണ് നമ്മൾ റിലേറ്റീവ് സൈസ് എന്ന് പറയുന്നത്. ദിസ് ക്യൂ വർക്ക്സ് ഓൺ ബോത്ത് 2 dimension ആൻഡ് 3 dimension. 2 dimensional ഇമേജസിനും അതുപോലെ 3 dimensional ഇമേജസിനും ഒരുപോലെ വർക്ക് ചെയ്യുന്നതാണ് ഈ ഒരു റിലേറ്റീവ് സൈസ് എന്ന് പറയുന്നത്. ദ ബേസിക് പ്രിമൈസ് ഇസ് ദാറ്റ് ഇഫ് 2 objects are of the approximately similar size, then the object which is closer is perceived as larger. So നമുക്ക് ഈ ഒരു hot air balloon flying in the air, so ഇതിൻ്റെ ഈ ഇതാണ് റിലേറ്റീവ് സൈസിൻ്റെ ഒരു ഉദാഹരണമായിട്ട് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിൽ എല്ലാത്തിനും ഈ 4 ഹോട്ട് എയർ ബലൂൺസ് സെയിം സൈസാണ്. പക്ഷേ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നതിന് എന്തായിട്ട് തോന്നും? നമുക്ക് കുറച്ചുകൂടെ മറ്റേതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സൈസ് കൂടുതലാണെന്ന് തോന്നും. സോ ഇതിനാണ് നമ്മൾ റിലേറ്റീവ് സൈസ് എന്ന് പറയുന്നത്.
അടുത്ത ടെക്സ്ചർ ഗ്രേഡിയൻ്റ് എന്ന് പറയും. ദിസ് ക്യൂ ഈസ് ബേസ്ഡ് ഓൺ അവർ പെർസെപ്ഷൻ ഓഫ് ദ ചേഞ്ച് ഇൻ ദ ഗ്രേഡിയൻ്റ് ഓർ ഡിഗ്രി ഓഫ് ടെക്സ്ചർ. ദ ടെക്സ്ചർ ഓർ ദ ഒബ്ജക്ട് വിച്ച് ആർ നിയറർ ടു അവർ ഐസ് ആർ റഫ് ഓർ ഡിസ്റ്റൻറ്റ്, ബട്ട് ആസ് യു മൂവ് ഫാർദർ അവേ ഫ്രം ഇറ്റ് ദ ടെക്സ്ചർ ഓഫ് ദ ഒബ്ജക്ട് വിൽ ബിക്കം ലെസ് ഡിസ്റ്റിങ്ക്റ്റ് ഓർ സ്മൂത്ത് ആൻഡ് thus suggesting the perception of more distance. For example, if you look at your wall of the room from 30 feet, it seems smoother, but if you look at the same wall from 1 foot, you can notice the details on the wall. This change in the texture correlate with the distance. So texture gradient എന്ന് പറയുന്നത് നമ്മളൊരു ഒബ്ജക്റ്റിന് അതിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അതിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ അതിന് നമുക്ക് കുറച്ചുകൂടെ ദൂരെ ആ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് ദൂരെ മാറുകയാണെങ്കിൽ അതിൻ്റെ ടെക്സ്ചർ എന്തായിട്ട് തോന്നും? ടെക്സ്ചർ അല്ലെങ്കിൽ ഗ്രേഡിയൻ്റ് നമുക്ക് സ്മൂത്തായിട്ട് തോന്നും. സോ ഉദാഹരണം പറയുന്നത് നമ്മളിപ്പോൾ ഒരു മതിലിൻ്റെ ഒരു 30 ഫീറ്റ് അകലെ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ മതിൽ നമുക്ക് എന്തായിട്ട് തോന്നും? സ്മൂത്തായിട്ട് നല്ല വൃത്തിയുള്ളൊരു മതിലായിട്ട് തോന്നും. പക്ഷെ കുറച്ചുകൂടി നമ്മൾ ഒരു ഫീറ്റ് അകലെ വന്നിരുന്ന് അത് നോക്കിക്കഴിയുമ്പോൾ അതിലുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് കുറച്ചുകൂടെ ഇതാവില്ലേ? സോ എന്തെങ്കിലും ടെക്സ്ചറിൽ എന്തെങ്കിലും വ്യത്യാസം ഇങ്ങനെ പൊങ്ങിയിരിക്കുക അല്ലെങ്കിൽ ഇതായിട്ട് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടെങ്കിൽ ആ ടെക്സ്ചർ എന്താണോ അത് നമുക്ക് കറക്റ്റ് രീതിയിൽ കാണാൻ പറ്റും. പക്ഷേ കുറച്ചുകൂടെ ബാക്കിലോട്ട് നമ്മുടെ ഐയിൽ നിന്ന് ബാക്കിലോട്ട് പോകുന്തോറും അത് നമുക്ക് സ്മൂത്തായിട്ട് തോന്നും. ഇതിന് ഉദാഹരണമാണ് ഈ ഫ്രണ്ടിൽ കാണുന്നതൊക്കെ നമുക്ക് എന്തായിട്ട് തോന്നുന്നുണ്ട്? അവിടെ പൂക്കളോ അല്ലെങ്കിൽ ഇലകളോ ഒക്കെ വീഴുന്നതായിട്ടും അത് കുറച്ചൊരു ഇതാകുന്നു. പക്ഷേ ബാക്കിലോട്ടുള്ളതൊക്കെ എന്തായിട്ട് നമുക്ക് തോന്നുന്നു? എന്തോ ഒരു നല്ല രീതിയിൽ സ്മൂത്തായിട്ടുള്ള എന്തോ ഒരു മെത്ത പോലെ എന്തോ സംഭവം ഇട്ടിരിക്കുന്നു. സോ ഇതാണ് ടെക്സ്ചർ ഓർ ഗ്രേഡിയൻ്റ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഏരിയൽ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഹേസ് എന്ന് പറയും, അതായത് മൂടൽ മഞ്ഞ്. So objects are perceived at a distance if there is a presence of haze in the environment. നമ്മുടെ എൻവയോൺമെൻറ്റിൽ മൂടൽ മഞ്ഞുണ്ടെങ്കിൽ നമ്മൾ പെർസീവ് ചെയ്യുന്ന ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡിസ്റ്റൻസ് തോന്നും. നമ്മുടെ കുറേ ദൂരം ഉള്ളത് കണക്ക് തോന്നും. എറേഴ്സ് ഓഫ് പെർസെപ്ഷൻ ഹേസ് ഇസ് ദ റിസൾട്ട് ഓഫ് അറ്റ്മോസ്ഫറിക് ഡസ്റ്റ് പാർട്ടിക്കിൾ, ഫോഗ് ഓർ വാട്ടർ വേപ്പർ. സോ ഇങ്ങനെ ഈ ഒരു മൂടൽ മഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മുടെ പെർസെപ്ഷനിൽ എറർ വരുന്ന എന്തുകൊണ്ടാണ്? അത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിൽക്കുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഫോഗ് അല്ലെങ്കിൽ വാട്ടർ വേപ്പേഴ്സ് ഇത് കാരണമാണ് നമ്മുടെ പെർസെപ്ഷനിൽ ഇങ്ങനെ ഒരു എറർ വരുന്നത്. സംടൈം പെർസെപ്ഷൻ ഓഫ് ഡിസ്റ്റൻസ് ബേസ്ഡ് ഓൺ ഹേസ് ക്യാൻ ബി ഡിസെപ്റ്റീവ്. ദ സെയിം മൗണ്ടൻ ക്യാൻ ബി പെർസീവ്ഡ് ആസ് നിയറർ ഓർ അറ്റ് ഡിസ്റ്റൻസ് ഡിപ്പെൻഡിങ് ഓൺ ദ പ്രസൻസ് ഓഫ് ഹേസ്. ഇതാണ് പറയുന്നത്. സോ നമ്മളിങ്ങനെ ദൂരെ നിന്ന് നോക്കുമ്പം ഈ മൂടൽ മഞ്ഞിൻ്റെ പ്രസൻസ് പറഞ്ഞാൽ ചില സമയങ്ങളിൽ നമുക്ക് ഈ മൗണ്ടൻ നല്ല ഡിസ്റ്റൻസ് ഉള്ളതായിട്ട് തോന്നും. പക്ഷേ മൂടൽ മഞ്ഞ് കുറയുമ്പോഴത്തേക്ക് അതെന്ത് ചെയ്യും? കുറച്ചുകൂടെ അടുത്ത് വന്നതായിട്ട് തോന്നും. സോ ഇതാണ് ഏരിയൽ പെർസ്പെക്റ്റീവ് ഓർ ഹേസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ലീനിയർ പെർസ്പെക്റ്റീവാണ്. ദിസ് ക്യൂ ഈസ് ബേസ്ഡ് ഓൺ ദ കൺവേർജൻസ് ഓഫ് straight lines at a point on the horizon. An approximate example of this cue could be the perception of convergence of rail tracks at a distance. This cue suggests that closer the lines are, the greater will be the distance. So നമ്മൾ ലീനിയർ ആയിട്ട് നേരെ പോകുന്ന ലൈൻസ് ഒന്നിച്ച് കൺവേർജ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഉദാഹരണം പറയാം, നമ്മൾ റെയിൽവേ പാളം നമ്മൾ അടുത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ അതെന്തായിട്ട് തോന്നും? അതിന് ഓരോ സെപ്പറേഷൻസ് ഉണ്ട്. പക്ഷേ അങ്ങനെ ലോങ് ഡിസ്റ്റൻസ് നോക്കുമ്പോൾ അത് ഒറ്റ ലൈനായിട്ട് കൺവേർജ് ചെയ്ത് പോകുന്ന രീതിയിൽ നമുക്ക് തോന്നും. ഇവിടെ നോക്കിയോ, നമ്മൾ ഇത് കണ്ടോ, ഈ ലൈൻ കണ്ടോ? ഇവിടെ ഒരു യെല്ലോ കളറ് സ്ട്രെയിറ്റ് ഉണ്ട്, അതുപോലെ ഇപ്പുറത്ത് തന്നെ അതിൻ്റെ ചെറിയ ചെറിയ ലൈൻസും ഉണ്ട്. പക്ഷേ അങ്ങ് അറ്റം ലാസ്റ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ ലൈൻസ് എന്തായിട്ട് നമുക്ക് ഈ സെപ്പറേറ്റ് കാണാൻ പറ്റുന്നു? ഇല്ല, ഇത് രണ്ടും ഒന്നിച്ച് കൺവേർജ് ചെയ്ത് ഒറ്റ ലൈൻ അല്ലെങ്കിൽ ആ ലൈന് നമുക്ക് കാണാൻ പറ്റുന്നില്ല. സോ ഇതാണ് ലീനിയർ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി ഇൻ്റർപൊസിഷൻ ഓർ ഒക്ലൂഷൻ എന്ന് പറയും. വെൻ ടു ഒബ്ജക്ട്സ് ആർ ഓവർലാപ്ഡ്, ദെൻ ദ ഒബ്ജക്റ്റ് വിച്ച് ഹാസ് ബീൻ ഓവർലാപ്ഡ് ഓർ ഒബ്സ്കേർഡ് വിൽ ബി പെർസീവ്ഡ് ആസ് ഫാർദർ എവേ ദാൻ ദ ഓവർലാപ്പിംഗ് ഒബ്ജക്റ്റ്. സോ ഇതാണ് പറയുന്നത്. സോ ഓവർലാപ്പ് ചെയ്ത് വരുന്നത് നമുക്ക് എന്തായിട്ട് തോന്നും? ഏറ്റവും പുറകിലായിട്ട് വരുന്നതായിട്ട് തോന്നും. സോ ഇതാണ് ഇൻ്റർപൊസിഷൻ അല്ലെങ്കിൽ ഒക്ലൂഷൻ എന്ന് പറയുന്നത്. ഇനി accommodation. Even though this cue occurs with both eyes, it is still considered as a monocular cue. It is known as accommodation because the size of our lenses accommodate themselves based on the distance. Our lenses become thicker when an object lies closer to eyes, while it becomes thinner when an object lies at a distance. So ഈ ഒരു ക്യൂ നമുക്ക് നമ്മുടെ രണ്ട് കണ്ണിലൂടെ നമുക്ക് accommodation എന്ന് പറയുന്നത്
രണ്ട് കണ്ണിലൂടെയും കിട്ടുമെങ്കിലും പക്ഷേ ഇതിന് എന്തായിട്ടാണ് കാണപ്പെടുന്നത്? സോ മോണോക്കുലർ ക്യൂ ആയിട്ടാണ് കാണുന്നത്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ലെൻസിൻ്റെ സൈസ് എന്തിനനുസരിച്ച് മാറും? നമ്മൾ കാണുന്ന ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തായിരിക്കും. നമ്മുടെ ലെൻസ് തിക്കറാവും. നമ്മുടെ കണ്ണിന് അടുത്തായിട്ട് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വരുമ്പോഴത്തേക്ക് നമ്മുടെ ലെൻസ് തിക്കറാവും. അതേസമയം ഡിസ്റ്റൻസിലാണ് വരുന്നതെങ്കിൽ നമ്മുടെ ഐസിലെ ലെൻസ് തിന്നറായിട്ട് മാറും. സോ ഇങ്ങനത്തെ ആ ഒരു അക്കോമഡേറ്റ് ചെയ്യാനുള്ള തിന്നർ അല്ലെങ്കിൽ തിക്കർ ഡിസ്റ്റൻസ് അനുസരിച്ച് മാറ്റാനുള്ള ആ കഴിവിനെയാണ് നമ്മൾ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. The cue that we receive from both eyes are known as binocular cues. സോ ഇനി നമുക്ക് രണ്ട് കണ്ണിലൂടെയും കിട്ടുന്ന ഇൻഫർമേഷൻസിനെ നമ്മൾ പറയുന്നതാണ് ബൈനോക്കുലർ ക്യൂ. രണ്ട് കണ്ണിലൂടെയും കിട്ടുന്ന ഇൻഫർമേഷൻ. ദിസ് ക്യൂസ് ആർ മോർ പവർഫുൾ ദാൻ മോണോക്കുലർ ക്യൂസ്. മോണോക്കുലർ ക്യൂസിനേക്കാളും പവർഫുള്ളാണ്. ദ പ്രോസസ് ഓഫ് ഗെയിനിങ് ബൈനോക്കുലർ ക്യൂസ് ടു അസസ് ഡെപ്ത് ഇസ് നോൺ ആസ് സ്റ്റീരിയോപ്സിസ്. സോ നമ്മൾ ബൈനോക്കുലർ ക്യൂസിലൂടെ നമ്മൾ ഗെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ അസസ് ചെയ്യുന്ന ഡെപ്ത്, സോ ആ ഡെപ്തിനെ നമ്മൾ അറിയപ്പെടുന്നതാണ് സ്റ്റീരിയോപ്സിസ് എന്ന്. ദ പ്രോസസ് ഓഫ് ഗെയിനിങ് ബൈനോക്കുലർ ക്യൂസ്. സോ അത് രണ്ട് കണ്ണിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വസ്തുവിൻ്റെ ഡെപ്ത്, ഒരു ആഴത്തിന് നമ്മൾ അസസ് ചെയ്യുന്നതിന് അറിയപ്പെടുന്നത് സ്റ്റീരിയോപ്സിസ് എന്നാണ്. സ്റ്റീരിയോപ്സിസ്. സോ ഇനി അടുത്ത ബൈനോക്കുലർ ക്യൂസ് ആണ് നമ്മൾ നോക്കുന്നത്. ഡെപ്ത് പെർസീവ്ഡ് യൂസിങ് ബോത്ത് ഐസ്. രണ്ട് കണ്ണിലൂടെയും നമ്മൾ പെർസീവ് ചെയ്യുന്നത് ആണ് ബൈനോക്കുലർ ക്യൂസ്. ഇനി ഇതിൽ തന്നെ ടൈപ്സ് എന്ന് പറയുന്നത് റെറ്റിനൽ ഡിസ്പാരിറ്റി ഉണ്ട്, കൺവേർജൻസും ഉണ്ട്. ബൈനോക്കുലർ ക്യൂസ് രണ്ട് തരം, റെറ്റിനൽ ഡിസ്പാരിറ്റിയും കൺവേർജൻസ്. സോ എന്താണ് റെറ്റിനൽ ഡിസ്പാരിറ്റി എന്ന് വെച്ചാൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വിഷ്വൽ ഇമേജ് that each eye perceives because of the different angles viewed. സോ നമ്മുടെ ഓരോ കണ്ണിലും ഫോം ചെയ്യുന്ന ഇമേജിന് ഓരോ വ്യത്യാസം, അതിൻ്റെ ഫോം ചെയ്യുന്ന ആംഗിളിന് വ്യത്യാസമുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ആംഗിളിൻ്റെ ഇപ്പോൾ ഓരോ കണ്ണിലൂടെയും നമ്മൾ കാണുന്നത് ഡിഫറൻസ് ഉണ്ട്. ഓരോ കണ്ണിലൂടെയും കാണുന്നതിലും രണ്ടും വ്യത്യസ്തമാണ്. ആ ഡിഫറൻസിനെയാണ് നമ്മൾ പറയുന്നത് റെറ്റിനൽ ഡിസ്പാരിറ്റി എന്ന്. ഇനി കൺവേർജൻസ് എന്ന് പറയും. റെറ്റിനൽ ഡിസ്പാരിറ്റി എന്താണെന്ന് കുറച്ചുകൂടെ അടുത്ത രീതിയിൽ പറയുന്നുണ്ട്. സോ കൺവേർജൻസ് എന്ന് പറയുന്നത് കോർഡിനേറ്റഡ് മൂവ്മെൻറ്റ് ഓഫ് ഐസ് ഇൻവേർട്ട് ടു ഫോക്കസ് ഓൺ ഒബ്ജക്റ്റ് ക്ലോസ് ടു എസ്. സോ നമ്മൾ രണ്ട് കണ്ണും ഒന്നിച്ച് അകത്തോട്ട് ഫോക്കസ് ചെയ്യുന്നു. ഒരു ഒബ്ജക്റ്റ് ക്ലോസ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് കാണാൻ വേണ്ടി നമ്മൾ ആ കണ്ണ് അകത്തോട്ട് കോർഡിനേറ്റ് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നു. സോ അതിനെയാണ് നമ്മൾ കൺവേർജൻസ് എന്ന് പറയുന്നത്. സോ ഇനി അതിൻ്റെ കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. റെറ്റിനൽ ഡിസ്പാരിറ്റി എന്ന് പറയുന്നത് വി ഹ്യൂമൻ ഹാവ് ടു ഐസ് സെപ്പറേറ്റഡ് ബൈ ദ ഡിസ്റ്റൻസ് ഓഫ് ആവറേജ് 6.3 or 7 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഓരോ രണ്ട് കണ്ണുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. Therefore the retinal image of the same object differs slightly from each other. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ട് കണ്ണിൽ നമ്മൾ ഒരേ ഒബ്ജക്റ്റിൻ്റെ രണ്ട് വിഷൻസ് ആയിരിക്കും കിട്ടുന്നത്. രണ്ട് ഒബ്ജക്റ്റും നമ്മുടെ റെറ്റിനൽ ഇമേജ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ്, കുറച്ചെന്ന് വെച്ചാൽ ഭയങ്കര ഡിഫറൻസ് എന്നല്ല, ചെറിയ ഡിഫറൻസ് ആയിരിക്കും ഓരോ കണ്ണിലൂടെയും നമുക്ക് ഒരു ഒബ്ജക്റ്റിന് കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത് ഡിഫറൻസ് ആയിരിക്കും, കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ദ ക്ലോസർ ആൻ ഒബ്ജക്റ്റ് ഈസ് ടു ഐസ് ദ ഗ്രേറ്റർ വിൽ ബി ദ ഡിഫറൻറ്റ് ഇൻ ഇറ്റ്സ് റെറ്റിനൽ ഇമേജ്. സോ ഒരു ഒബ്ജക്റ്റ് നമ്മുടെ കണ്ണിനോട് ക്ലോസ് ആയിട്ട് വരുമ്പോഴത്തേക്ക് അതിൽ ഡിഫറൻസ്, റെറ്റിനൽ ഇമേജിൽ ഡിഫറൻസ് കൂടുതലായിരിക്കും. ഇനി ഈ ഡിഫറൻസ് എന്ത് ചെയ്യും? നമ്മൾ ബ്രെയിൻ അനലൈസ് ചെയ്യും. അവർ ബ്രെയിൻ അനലൈസസ് ദി ഡിഗ്രി ഓഫ് ഡിസ്പാരിറ്റി ബിറ്റ്വീൻ ദിസ് ടു സെപ്പറേറ്റ് റെറ്റിനൽ ഇമേജസ് ആൻഡ് പ്രൊഡ്യൂസസ് എ സിംഗിൾ ഇമേജ് ഓഫ് ദ ഒബ്ജക്റ്റ് ടു ജഡ്ജ് ഇൻഫർമേഷൻ ഓൺ ഡെപ്ത്, ഹൈറ്റ് ആൻഡ് വിഡ്ത്ത്. സോ ഈ ഒരു രണ്ട് കണ്ണിൽ നിന്ന് കിട്ടുന്ന ആ ഡിഫറൻസിനെ കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ അനലൈസ് ചെയ്ത് രണ്ട് സെപ്പറേറ്റ് റെറ്റിനൽ ഇമേജ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഈ രണ്ട് സെപ്പറേറ്റ് റെറ്റിനൽ ഇമേജും കൂടെ ഒന്നിച്ച് സിംഗിൾ ഒരു ഇമേജ് ആക്കി ആ ഒരു ഇമേജിലൂടെ നമുക്ക് ആ ഒരു ഡെപ്ത് അല്ലെങ്കിൽ ഹൈറ്റ് അല്ലെങ്കിൽ വിഡ്ത്ത് കാണാനുള്ള അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യാൻ സഹായിക്കുന്നു. ഇതാണ് റെറ്റിനൽ ഡിസ്പാരിറ്റിക്ക് ഉദാഹരണം. ദ ഫോർമേഷൻ ഓഫ് ഡിഫറൻറ്റ് L ലെഫ്റ്റ്, R I. സോ നമ്മൾ രണ്ട് കണ്ണിലൂടെയും കാണുന്നതിൽ വ്യത്യാസമുണ്ട്, പക്ഷെ അതിലെന്താണ് രണ്ടും കൂടെ ഒന്നിച്ച് നമുക്ക് ആ ഡിഫറൻസ് വെച്ച് കാണാൻ പറ്റുന്നു.
അടുത്ത കൺവേർജൻസ് ആണ്. അവർ ഐസ് മേക്ക് ആൻ ആംഗിൾ വൈൽ ഫോക്കസിങ് ഓൺ ആൻ ഒബ്ജക്റ്റ് നോൺ ആസ് കൺവേർജൻസ് ആംഗിൾ. സോ നമ്മുടെ കണ്ണ് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. സോ ആ ആംഗിളിനെയാണ് നമ്മൾ കൺവേർജൻസ് ആംഗിൾ എന്ന് പറയുന്നത്. കൺവേർജൻറ്റ് ആംഗിൾസ് ഫോർ ഡിസ്റ്റൻറ്റ് ആൻഡ് നിയർ ബൈ ഒബ്ജക്റ്റ് ആർ ഡിഫറെൻറ്റ്. സോ അടുത്തുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ആംഗിളും അതുപോലെ നമ്മൾ ദൂരെ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ആംഗിളും തമ്മിൽ എന്താണ് ഡിഫറൻസ് ഉണ്ട്. ആ കൺവേർജൻസ് ആംഗിൾസ് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. വെൻ ആൻ ഒബ്ജക്റ്റ് ഇസ് അറ്റ് എ ഡിസ്റ്റൻറ്റ് അവർ ഐസ് മേക്ക് സ്മോളർ കൺവേർജൻസ് ആംഗിൾസ്. സോ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ദൂരെയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും, കൺവേർജൻറ്റ് ആംഗിൾസ് കുറവായിരിക്കും. ബട്ട് വെൻ ആൻ ഒബ്ജക്റ്റ് ഇസ് ക്ലോസർ ടു അവർ ഐസ് അവർ ഐബോൾ റൊട്ടേറ്റ് ഇൻവേർഡ് ആൻഡ് ഫോം ലാർജ് കൺവേർജൻസ് ആംഗിൾ. സോ നമ്മുടെ ഒബ്ജക്റ്റ് നമ്മുടെ കണ്ണിന് നേരെ അല്ലെങ്കിൽ കണ്ണിന് നടുക്കായിട്ട് വരികയാണെങ്കിൽ അവിടെ എന്തായിരിക്കും, കൺവേർജൻസ് ആംഗിൾ കൂടുതലായിരിക്കും. കൺവേർജൻസ് ആംഗിൾ ലാർജർ കൺവേർജൻസ് ആംഗിൾ ആയിരിക്കും. എന്തുകൊണ്ടാണ്, നമ്മുടെ കണ്ണിന് ഒരുപാട് അകത്തോട്ട് ഇൻവേർഡായിട്ട് ഫോക്കസ് ചെയ്യേണ്ടി വരും. ദിസ് ചേഞ്ച് ഇൻ കൺവേർജൻസ് ഗീവ്സ് എ ക്ലൂ എബൌട്ട് ഡിസ്റ്റൻസ് ആൻഡ് ഡെപ്ത് ടു ദ പെർസീവർ. സോ ഈ ഇങ്ങനെ ഒരു കൺവേർജൻസ് ആംഗിളിൽ ചേഞ്ച് വരുന്നത് കൊണ്ടാണ് നമുക്കവിടെ എന്താണ്, ഡിസ്റ്റൻസും ഡെപ്തും എല്ലാം പെർസീവ് ചെയ്യാൻ പറ്റുന്നത്. ഇതാണ് കൺവേർജൻസ്. ദൂരെ ആകുമ്പോഴത്തേക്ക് ടു കൺവേർജൻസ് ആംഗിൾ ഫോംഡ് വയർ ആയി ദൂരെ ആകുമ്പോഴത്തേക്ക് അവിടെ എന്താണ്, ആംഗിൾ ഫോർമേഷൻ കുറവായിരിക്കും. അടുത്താകുമ്പോഴത്തേക്ക് കൺവേർജൻസ് ആംഗിൾ ഗ്രേറ്റർ ആയിരിക്കും. അതെ, ബൈനോക്കുലർ ഡെപ്ത് ക്യൂസ് എന്ന് പറയുന്നത് കൺവേർജൻസ് ഇൻവേർഡ് ടേണിംഗ് ഓഫ് ദ ഐ ടു ഫോക്കസ് ആൻ ഇമേജ് ഓൺ ദ റെറ്റിന. ദ ബ്രെയിൻ ഇൻ്റർപ്രൈസ് ഗ്രേറ്റർ ടെൻഷൻ ഇൻ ദ ഐ മസിൽസ് ആസ് ആൻ ഒബ്ജക്റ്റ് ഗെറ്റ് ക്ലോസർ ആൻഡ് ലെസ് ടെൻഷൻ ആസ് ആൻ ഒബ്ജക്റ്റ് ഗെറ്റ് ഫർദർ അവേ. വർക്ക്സ് വിത്തിൻ അബൌട്ട് 6 മീറ്റർ. സോ നമുക്ക് എപ്പോഴും കണ്ണ് അകത്തോട്ട്, രണ്ട് കണ്ണ് ഒരേ സൈഡിലോട്ട് നടുക്കോട്ട് വെക്കാനായിരിക്കുമല്ലേ കൂടുതൽ സ്ട്രെയിൻ. നേരെയുള്ളൊരു ഒബ്ജക്റ്റ് കാണുന്നതിനേക്കാളും കൂടുതൽ സ്ട്രെയിൻ എന്താണ്, നമ്മുടെ രണ്ട് കണ്ണും ഒരേ സൈഡിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിരിക്കും. സോ ഇതാണ് ബൈനോക്കുലർ ഡെപ്ത് ക്യൂസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൺവേർജൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ മൂവ്മെൻറ്റ് പെർസെപ്ഷൻ ഉണ്ട്. ഇതിൽ ഓരോ മൂവ്മെൻ്റ് അനുസരിച്ച് നമുക്ക് പെർസീവ് ചെയ്യാം. എന്നാൽ റെറ്റിനൽ മോഷൻ, ഫസ്റ്റ് വൺ ഇസ് റെറ്റിനൽ മോഷൻ. വെൻ ആൻ ഒബ്ജക്റ്റ് മൂവ്സ് ഇറ്റ്സ് ഇമേജ് ഓൺ റെറ്റിന ഓൾസോ മൂവ്സ്. നമ്മുടെ റെറ്റിന, നമ്മുടെ റെറ്റിനയിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ഒരു ഒബ്ജക്റ്റ് നമ്മൾ മൂവ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ റെറ്റിനലിൽ ഇമേജിലും എന്ത് സംഭവിക്കുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. ദിസ് മോഷൻ ഓഫ് ദ റെറ്റിനൽ ഇമേജ് ഇസ് ഡിറ്റക്റ്റഡ് ബൈ സ്പെഷ്യൽ വിഷ്വൽ ന്യൂറോൺസ് വിച്ച് ആർ സെൻസിറ്റീവ് ടു ചേഞ്ച് ഇൻ മോഷൻ ആൻഡ് ഡിറക്ഷൻ. ഇൻ ദിസ് വേ വി പെർസീവ് മൂവ്മെൻറ്റ്. സോ ഇങ്ങനെ റെറ്റിനൽ ഇമേജ് മാറുന്നതനുസരിച്ച് നമ്മുടെ കണ്ണിൽ വിഷ്വൽ ന്യൂറോൺസ് ഉണ്ട്. ഇവരെന്ത് ചെയ്യും, ഇവരാണ് എന്ത് ചെയ്യുന്നത്, മോഷനും ഡയറക്ഷൻസും ചേഞ്ച് ചെയ്ത് നമുക്കിത് കാണാൻ, അത് റെറ്റിനയിൽ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണാൻ സഹായിക്കുന്നു. സോ അതാണ് റെറ്റിനൽ മോഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത മോഷൻ ആഫ്റ്റർ എഫക്റ്റ് ആണ്. If you fixate your gaze on a moving object for some time, few seconds to minutes, and then move your gaze to a stationary object, then the stationary object will be perceived as moving in opposite direction to the original moving object. This phenomenon is known as മോഷൻ ആഫ്റ്റർ എഫക്റ്റ് ആൻഡ് ഒക്കേഴ്സ് ഡ്യൂ ടു മോഷൻ അഡാപ്ഷൻ. മോഷൻ ആഫ്റ്റർ എഫക്റ്റ് എന്നാൽ നമ്മളിപ്പം ഏതെങ്കിലും ഒരു മൂവ് ചെയ്തിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൽ കുറേ നേരം സൂക്ഷിച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. മൂവ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യാത്തൊരു ഒബ്ജക്റ്റിലോട്ട് നോക്കുകയാണെങ്കിൽ അതും നമുക്ക് എന്തായിട്ട് തോന്നും, മൂവ് ചെയ്യുന്നതായിട്ട് തോന്നും. സോ അതിനെയാണ് നമ്മൾ മോഷൻ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിലോട്ട് ഇങ്ങനെ കുറേ നേരം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് നമ്മൾ സ്റ്റേഷനറി ആയിട്ട് മൂവ് ചെയ്യാത്തൊരു ഒബ്ജക്റ്റിലോട്ട് നോക്കിയാൽ ആ ഒബ്ജക്റ്റ് നമുക്ക് മൂവ് ചെയ്യുന്നതായിട്ട് തോന്നും. സോ അതിനെയാണ് അങ്ങനെ നമുക്ക് പെർസീവ് ചെയ്യും. സോ അത് ഒറിജിനലി, പക്ഷേ നമ്മൾ നേരത്തെ മൂവ് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടായിരിക്കും ഇത് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. സോ ഇതിനെയാണ് മോഷൻ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇൻഡ്യൂസ്ഡ് മൂവ്മെൻ്റ് ആണ്. വെൻ എ സ്മോളർ സ്റ്റേഷനറി ബോഡി ഈസ് സറൗണ്ട് ബൈ ലാർജർ മൂവിങ് ബോഡി, ദെൻ സ്മോളർ ബോഡി ഈസ് പെർസീവ്ഡ് ടു മൂവ് ഇൻ ദ ഡിറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ ലാർജർ ബോഡി. ഡ്യൂ ടു ദിസ് ഫിനോമിനൻ വി പെർസീവ് മൂൺ as മൂവിങ് വെൻ ഈസ് സറൗണ്ടഡ് ബൈ സ്ലോലി മൂവിങ് ക്ലൗഡ്സ്. ഇതെന്ന് പറയുന്നത് ഒരിടത്ത് നിൽക്കുന്ന ഒരു ബോഡിക്ക് ചുറ്റുമായിട്ട് ലാർജർ മൂവിങ് ബോഡി അല്ലെങ്കിൽ സ്മോളർ ബോഡി ഉള്ളത്
ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ലാർജർ ബോഡി എന്ത് ചെയ്യുന്നതായിട്ട് തോന്നും. ഇപ്പോൾ മൂണിന് ചുറ്റും കുറേ ക്ലൗഡ്സ് ഇങ്ങനെ നിൽപ്പുണ്ട് അല്ലേ. സോ നമുക്ക് ആക്ച്വലി അവിടെ മൂൺ എന്ത് ചെയ്യുന്നില്ല, മൂവ് ചെയ്യുന്നില്ല, ക്ലൗഡ്സ് ആണ് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. സോ പക്ഷേ നമുക്കതെങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത്, മൂൺ എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നതായിട്ടാണ് നമുക്കത് അവിടെ തോന്നുന്നത്. വെൻ ഇറ്റ്സ് ഈ ക്ലൗഡ് മൂവ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഈ മൂണ് മൂവ് ചെയ്യുന്നത്. സോ ഇതിനെയാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റാണ് അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ സ്ട്രോബോസ്കോപ്പിക് മോഷൻ എന്ന് പറയും. ഫസ്റ്റ് ഗിവൺ ബൈ ഗസ്റ്റാൾട്ട് തിയറിസ്റ്റ് വെർത്തീമർ. ഗസ്റ്റാൾട്ട് തിയറിസ്റ്റ് ആയിട്ടുള്ള മാക്സ് വെർത്തീമറാണ് ഈ ഒരു സ്ട്രോബോസ്കോപ്പിക് മോഷൻ അല്ലെങ്കിൽ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. When stationary stimuli are presented in succession, it is perceived in a motion. This phenomenon is used to explain the movement perception in videos. So നമ്മൾ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സ്റ്റിമുലസിനെ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് എന്ത് ചെയ്യും, നമ്മുടെ ഫോട്ടോസ് നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് സ്പീഡായിട്ട് നമ്മൾ മൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് എന്തായിട്ട് തോന്നും, അത് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് തോന്നുമല്ലേ. ഉദാഹരണം പറഞ്ഞാൽ ഫ്ലിപ്പ് ബുക്ക് ഉണ്ടല്ലേ, നമ്മുടെ ബുക്കിൻ്റെ സൈഡിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു പിക്ചേഴ്സ് ഇങ്ങനെ വരച്ച് വയ്ക്കുകയാണെങ്കിൽ അത് സ്ലോലി നമ്മൾ മൂവ് ചെയ്ത് കൊടുക്കുമ്പോൾ, മറിച്ച് കൊടുക്കുമ്പോൾ, ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അത് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. സോ അതിനെയാണ് നമ്മൾ സ്ട്രോബോസ്കോപ്പിക് മോഷൻ എന്ന് അല്ലെങ്കിൽ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി എറേഴ്സ് ഇൻ പെർസെപ്ഷൻ. എറേഴ്സ് ഇൻ പെർസെപ്ഷൻ എന്ന് പറയുന്നത്, പെർസെപ്ഷൻ ഇസ് ദ പ്രോസസ് ഓഫ് അനലൈസിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എ സ്റ്റിമുലസ് അറ്റ് ഇസ്. ഒരു പെർസെപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റിമുലസിനെ അത് നമ്മൾ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇറ്റ് മേ നോട്ട് ബി ഓൾവേസ് പോസിബിൾ ടു പെർസീവ് ദ സ്റ്റിമുലൈ ആസ് ദെയർ. പക്ഷേ നമുക്ക് എപ്പോഴും നമ്മൾ കാണുന്ന സ്റ്റിമുലസ് അത് തന്നെയാണ് നമ്മൾ കാണുന്നതെന്നോ അല്ലെങ്കിൽ ആണെന്ന് പറയാൻ പറ്റില്ല അല്ലേ. ചില സമയത്ത് അത് തെറ്റായിട്ട് നമുക്ക് വരാം. സോ അങ്ങനെ നമ്മുടെ പെർസെപ്ഷനിൽ വരുന്ന എറർ, സോ അതിന് നമുക്ക് ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കാം, അത് ചിലപ്പോൾ നമ്മൾ അറിയാതെ വരുന്ന ആ ഒരു എററായിരിക്കാം. knowingly or unknowingly we mistake the stimulus and perceive it wrongly. സോ അറിഞ്ഞോ അറിയാതെ നമ്മൾ മിസ്റ്റേക്ക് കൊണ്ട് നമ്മൾ സ്റ്റിമുലസിനെ എന്ത് ചെയ്യും, റോങ് ആയിട്ട് പെർസീവ് ചെയ്തെടുക്കും. ഇറ്റ് മേ ബി ഡ്യൂ ടു ഡിഫക്റ്റ് ഇൻ അവർ സെൻസ് ഓർഗൻ ഓർ ഡിഫക്റ്റീവ് ഫങ്ഷനിങ് ഓഫ് ദ ബ്രെയിൻ. ചിലപ്പോൾ ഇതെന്തുകൊണ്ടായിരിക്കാം, നമ്മുടെ സെൻസ് ഓർഗൻസിൽ അത് ഡിഫക്റ്റ്, എന്തെങ്കിലും സെൻസ് ഓർഗൻസ് പെർസീവ് ചെയ്യുന്നതിലുള്ള ഡിഫക്റ്റ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷനിങ് എന്തെങ്കിലും ഡിഫക്റ്റീവ് കാരണം കൊണ്ടാവാം നമ്മൾ തെറ്റായിട്ട് അതിനെ പെർസീവ് ചെയ്യുന്നത്. Many times bridges in the individual, time of perception, unfavorable background, lack of clarity of stimulus, confusion, conflict in mind, such other factors are responsible for errors in perception. പെർസെപ്ഷനിൽ എറർ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം? നമുക്ക് അൺഫേവറബിൾ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലായ്മ കൊണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിലോ, അതുപോലെയുള്ള എന്തെങ്കിലും ഫാക്ടേഴ്സ് കാരണമായിരിക്കാം എന്ത് സംഭവിക്കുന്നത്, നമ്മൾ പെർസീവ് ചെയ്യുന്ന കാര്യങ്ങളിൽ എറർ സംഭവിക്കുന്നത്. ഇനി ഇത് തന്നെ രണ്ട് തരത്തിലുള്ള 2 kind of errors ആണ് പറയുന്നത്. സോ അതിന് നമ്മൾ ഇല്യൂഷൻ എന്നും ഹാലൂസിനേഷൻ എന്നും പറയും. സോ ഇല്യൂഷൻ ഇസ് എ ഫോൾസ് പെർസെപ്ഷൻ. ഹിയർ ആൻ ഇൻഡിവിജ്വൽ പെർസീവ് എ സ്റ്റിമുലസ് ഇൻകറക്റ്റ്ലി. സോ ഇത് ഇല്യൂഷൻ എന്ന് പറയുന്നത് ഫോൾസ് പെർസെപ്ഷൻ, തെറ്റായിട്ടുള്ളൊരു പെർസെപ്ഷൻ ആയിരിക്കും. നമ്മൾ കാണുന്നതിൻ്റെ ഓപ്പോസിറ്റ്. ഇപ്പോൾ ഒരു റോപ്പ് നമ്മൾ ഒരു തറയിൽ കിടക്കുകയാണ്, ഒരു രാത്രി നമ്മൾ റോപ്പ് തറയിൽ കിടക്കുമ്പോൾ നമ്മൾ അതിനെ പെട്ടെന്ന് എന്തായിട്ട് ചിന്തിക്കും, അതൊരു പാമ്പാണ് എന്ന് വിചാരിക്കും. ചിലപ്പോൾ പാമ്പ് കിടക്കുമ്പോൾ നമ്മൾ അതിനെ വിചാരിക്കും കയറായിരിക്കും. സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇല്യൂഷൻ. ഒരു പെർസെപ്ഷനെ നമ്മൾ ഫോൾസ്, തെറ്റായ രീതിയിൽ പെർസീവ് ചെയ്യുന്നു. സോ അതിന് നമ്മൾ പറയുന്നതാണ് ഇല്യൂഷൻ എന്ന്. ഹിയർ ആൻ ഇൻഡിവിജ്വൽ പെർസീവ് എ സ്റ്റിമുലസ് ഇൻകറക്റ്റ്ലി. For example, in the dark, a rope is mistaken as a snake or vice versa. The voice of an unknown person is mistaken as a friend's voice. അതുപോലെ ഇല്യൂഷൻ എന്നൊരു വേറൊരു ഉദാഹരണമാണ്. നമുക്ക് അറിയാത്ത വേറൊരാളുടെ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സൗണ്ടായിട്ട്, നമുക്കറിയുന്ന ഒരാളുടെ സൗണ്ടായിട്ട് നമ്മൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കും. അതുപോലെ പെട്ടെന്ന് അറിയാത്ത ഒരാളായിരിക്കും, പക്ഷെ നമുക്കറിയുന്ന നമ്മളെ ഫ്രണ്ടിനെ പോലെ തോന്നും. അത് നമ്മൾ ഫോൾസ്, നമ്മൾ തെറ്റായിട്ട് നമ്മൾ പെർസീവ് ചെയ്യുന്നത് കൊണ്ടാണ്. സോ അതിനെയാണ് നമ്മൾ ഇല്യൂഷൻ എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് അവർ ഇല്യൂഷൻസ് ആർ വിഷ്വൽ ആൻഡ് ഓഡിറ്ററി. കൂടുതലും ഇല്യൂഷൻ എന്ന് പറയുന്നത് വിഷ്വൽ, കാഴ്ചയിലും അതുപോലെ കേൾവിയിലുമാണ് കൂടുതലുള്ളത്. പക്ഷേ വിഷ്വൽ ആൻഡ് ഓഡിറ്ററി മാത്രമല്ല,
ടാക്റ്റൈലും വരുന്നുണ്ട്. പക്ഷെ കൂടുതലും എന്തായിരിക്കും, വിഷ്വലും ഓഡിറ്ററി ആയിരിക്കും. ബട്ട് ഇല്യൂഷൻ പെർട്ടൈനിങ് ടു അതർ സെൻസസ് ആർ ഓൾസോ പോസിബിൾ. അടുത്ത എററാണ് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. സംടൈംസ് വി കം അക്രോസ് ഇൻസ്റ്റൻസസ് വെർ ദ ഇൻഡിവിജ്വൽ പെർസീവ്സ് സം സ്റ്റിമുലസ് even when it is not present. This phenomena is known as hallucination. സോ നേരത്തെ നമ്മൾ പറഞ്ഞെടുത്ത് അവിടെ സ്റ്റിമുലസ് എന്തായിരുന്നു, പ്രസൻ്റ് ആയിരുന്നു. പക്ഷേ ആ സ്റ്റിമുലസിനെ നമ്മൾ തെറ്റായിട്ട് പെർസീവ് ചെയ്തതാണ്. പക്ഷേ ഹാലൂസിനേഷൻ്റെ കാര്യത്തിൽ ഇവിടെ സ്റ്റിമുലസ് ഇല്ല. സ്റ്റിമുലസ് ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു. സോ അതിനെയാണ് നമ്മൾ ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. സോ ഒബ്ജക്റ്റ് അവിടെ ഇല്ല. ഒബ്ജക്റ്റ് അല്ലെങ്കിൽ പേഴ്സൺ അല്ലെങ്കിൽ അവിടെ സൗണ്ട് ആവാം, പല രീതിയിലാവാം. സോ അതൊന്നും അവിടെ പ്രസൻ്റ് അല്ല, പക്ഷെ അതെല്ലാം അവർ കേൾക്കുന്നുണ്ട്. സോ അതിനെ നമ്മൾ പറയുന്നതാണ് ഹാലൂസിനേഷൻ. ദ പേഴ്സൺ മേ സീ ആൻ ഒബ്ജക്റ്റ്, പേഴ്സൺ എക്സെട്ര, ഓർ ഹി ഓർ ഷീ മേ ലിസൺ ടു സം വോയിസ് ദോ ദെർ ആർ നോ ഒബ്ജക്റ്റ് ആൻഡ് സൗണ്ട്സ് ഇൻ റിയാലിറ്റി. റിയാലിറ്റിയിൽ സൗണ്ടുമില്ല, അങ്ങനെ ഒരു വ്യക്തിയുമില്ല, അങ്ങനെ ഒരു ഒബ്ജക്റ്റും അവിടെ ഇല്ല. പക്ഷെ അവരത് കാണുന്നുണ്ട്, അത് കേൾക്കുന്നുണ്ട്. സോ റിയാലിറ്റിയിൽ ഇല്ലാത്തൊരു ഒരു സംഭവം കാണുകയോ കേൾക്കുകയോ അല്ലെങ്കിൽ തൊടുകയോ ഫീൽ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ഹാലൂസിനേഷൻ എന്ന്. പക്ഷേ ഇല്യൂഷൻ ആകുമ്പോഴത്തേക്ക് അവിടെ ഉണ്ട്, പക്ഷേ അവിടെ തെറ്റായിട്ട് നമ്മൾ പെർസീവ് ചെയ്യും. ഇപ്പോൾ ഹാലൂസിനേഷൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്താണ്? ഹാലൂസിനേഷനിൽ അവിടെ സ്റ്റിമുലസ് ഇല്ല, അവിടെ അങ്ങനെ റിയാലിറ്റിയിൽ ഒബ്ജക്റ്റ് ഇല്ല, പേഴ്സൺ ഇല്ല, അങ്ങനെ ഒരു സൗണ്ട് ഇല്ല, ഒന്നുമില്ല. പക്ഷേ അതെല്ലാം നമുക്കുള്ളതായിട്ട് തോന്നുന്നു. സോ അതിന് നമ്മൾ ഹാലൂസിനേഷൻ എന്ന് പറയും. ഹാലൂസിനേഷൻ പെർട്ടൈൻ ടു ഓൾ ദ സെൻസേഷൻ ദാറ്റ് അപ്പിയർ ടു പീപ്പിൾ, ബട്ട് വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ഹാലൂസിനേഷൻസ് ആർ മോർ കോമൺ. സോ എല്ലാ രീതിയിലും ഉള്ള ഹാലൂസിനേഷൻസ് വരാം, പക്ഷെ കൂടുതലും എന്താണ്, വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ഹാലൂസിനേഷൻസ് ആണ് ഉള്ളത്. Usually individual with unsound mind, emotionally disturbed, alcoholic and those who are in a confused state may experience hallucination. ഹാലൂസിനേഷൻ സംഭവിക്കുന്നത് മാനസികമായിട്ട് സുഖമില്ലാത്തവർക്ക്, അതുപോലെ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ളവർക്ക്, ഓവറായിട്ട് ആൽക്കഹോൾ അഡിക്റ്റുകൾക്ക്, സോ ഇങ്ങനെയുള്ളവർക്ക്, അല്ലെങ്കിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉള്ളവർ, ഇങ്ങനെ ഒരു സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റിലുള്ളവർക്കാണ് കൂടുതലും ഈ ഹാലൂസിനേഷൻസ് സംഭവിക്കാറുള്ളത്. However, among abnormal and intoxicated people, hallucinations are very common. In addition to these errors, abnormalities in our sense perception may also occur and known as anesthesia, no sensation. നമ്മുടെ പെർസെപ്ഷനിൽ അബ്നോർമാലിറ്റീസ്, ഈ എറേഴ്സ് അല്ലാതെ ഇതിൽ അബ്നോർമാലിറ്റീസ് വരാം. സോ അങ്ങനെ ആ പെർസെപ്ഷനിൽ അബ്നോർമാലിറ്റീസ് വരുന്നതിനെ നമ്മൾ പറയുന്നത് പെർസെപ്ഷൻ മേ ഓൾസോ ഒക്കർ ആൻഡ് നോൺ ആസ് അനസ്തേഷ്യ എന്ന് പറയുന്നത് സെൻസേഷൻ ഒന്നുമില്ലാതെ വരും. നമ്മൾ അനസ്തേഷ്യ കൊടുക്കുക എന്ന് പറയുന്നത് എന്താ, നമ്മുടെ എല്ലാ സെൻസേഷൻസും മരവിപ്പിച്ച് കളയാം. സോ അതിനെയാണ് നമ്മൾ അനസ്തേഷ്യ എന്ന് പറയുന്നത്. ഇനി ഹൈപ്പറസ്തേഷ്യ എന്ന് പറയുന്നത് എക്സസീവ് സെൻസിറ്റീവ്, പെട്ടെന്ന് സെൻസിറ്റീവ്. നേരത്തെ പറഞ്ഞതിൽ എല്ലാത്തിലും സെൻസേഷനേ ഇല്ല, ഒന്നുമില്ല, മരവിച്ചിങ്ങനെ ഇരിക്കും. ഇത് ഹൈപ്പർ ആകുമ്പോഴത്തേക്ക് സെൻസിറ്റിവിറ്റി, ചെറിയൊരു ഇത് കിട്ടിയാൽ പോലും ഹൈപ്പറായിട്ട് എക്സസ്സായിട്ട് സെൻസിറ്റീവ് ആകും. ഞാൻ പാരസ്തേഷ്യ എന്ന് പറയുന്നത് ഡിസോർട്ടഡ് ഓർ റോങ്ലി ലോക്കലൈസ്ഡ് സെൻസേഷനാണ്. അതായത് പാരസ്തേഷ്യ എന്ന് പറയുന്നത് ടിംഗ്ലിംഗ് എഫക്റ്റാണ്. ഡിസ്റ്റോർട്ട് അല്ലെങ്കിൽ റോങ്ങലി ലോക്കലൈസ്ഡ് സെൻസേഷനാണ്. സോ നമുക്ക് ഒരു ടിംഗ്ലിംഗ് എഫക്റ്റ് എന്നൊക്കെ പറയും. പാരസ്തേഷ്യ എന്ന് പറയുന്നത് നമ്മൾ കാലിലൊക്കെ മരവിച്ചിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്തായിട്ട് തോന്നും, കാലിങ്ങനെ മരവിച്ചിരിക്കുമ്പോൾ നമുക്ക് നടന്നാൽ നമ്മൾ വീഴുന്നത് പോലെയൊക്കെ തോന്നും. സോ അല്ലെങ്കിൽ ഒരു മരവിച്ചിരിക്കുമ്പോഴത്തേക്കൊരു ടിങ്കിളി, ഒരു ഇക്കളാവുന്ന രീതിയിലുള്ളൊരു എഫക്റ്റ് വരും. സോ അതിനെയാണ് നമ്മൾ പാരസ്തേഷ്യ എന്ന് പറയുന്നത്. ഇൻ ദിസ് കേസസ് ദ ടാക്ടൈൽ സ്കിൻ സെൻസേഷൻ ഈസ് റോങ്ലി പെർസീവ്ഡ്. ഇവിടെ നമ്മൾ സ്കിന്നിൻ്റെ സെൻസേഷൻ എന്തായും റോങ്ലി പെർസീവ് ചെയ്യും. നമ്മൾ മരവിച്ചിരുന്നിട്ട് നമ്മൾ നടന്നു നോക്കുമ്പോഴത്തേക്ക് അവിടെ എന്തായിട്ട് തോന്നും, നമ്മൾ വീഴുന്ന പോലെയൊക്കെ തോന്നും. അതുപോലെ മരവിച്ചിരിക്കുന്ന കണക്കൊന്നും ഇക്കളാവുന്ന കണക്ക് ആ ടിംഗ്ലിങ് എഫക്റ്റ് വരും. നമ്മുടെ സ്കിന്നിൻ്റെ സെൻസേഷൻ റോങ് ആയിട്ട് നമ്മൾ പെർസീവ് ചെയ്യും. സോ അതിനെയാണ് നമ്മൾ പാരസ്തേഷ്യ എന്ന് പറയുന്നത്. സോ ഇനി അടുത്ത് നമുക്ക് ഇല്യൂഷൻ എന്താണെന്ന് നോക്കാം. ഇല്യൂഷൻ ഇസ് എ പെർസെപ്ഷൻ ദാറ്റ് ഡസ് നോട്ട് കറസ്പോണ്ട് ടു റിയാലിറ്റി. സോ റിയാലിറ്റിയുമായിട്ട് റിയാലിറ്റി ഇല്ലാത്തതല്ല, നമുക്ക് തെറ്റായിട്ട് തിങ്ക് ചെയ്യുന്നു. പീപ്പിൾ തിങ്ക് ദേ സീ സംതിങ് വെൻ ദ റിയാലിറ്റി ഈസ് ക്വൈറ്റ്. അവർ കാണുന്നതല്ല അവർ തിങ്ക് ചെയ്യുന്നത്. കാണുന്ന എന്താണോ അതിന് ഓപ്പോസിറ്റായിട്ട് അല്ലെങ്കിൽ
അതിന് തെറ്റായിട്ട് അവർ തിങ്ക് ചെയ്യുന്നു. സോ അതിനാണ് നമ്മൾ ഇല്യൂഷൻ എന്ന് പറയുന്നത്. അനദർ വേ ഓഫ് തിങ്കിങ് ഓഫ് ഇല്യൂഷൻ ഇസ് എ വിഷ്വൽ സ്റ്റിമുലി ദാറ്റ് ഫൂൾ ദ ഐ. അതല്ലെങ്കിൽ നമ്മുടെ കണ്ണിനെ നമ്മൾ പറ്റിക്കുന്നു. സോ അതിനാണ് നമുക്ക് ഇല്യൂഷൻ എന്ന് പറയാം. ഇനി ഇല്യൂഷൻ എന്ന് പറയുന്ന വാക്ക് ലാറ്റിൻ വേർഡായിട്ടുള്ള ഇല്യൂസിയ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് വന്നത്. ലാറ്റിൻ വേർഡിൽ നിന്നാണ് വന്നത്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് മോക്ക് അല്ലെങ്കിൽ ഫേക്ക്, തെറ്റായിട്ടുള്ളത്, അല്ലെങ്കിൽ മോക്ക്, ഈ ഒരു മീനിങ്ങിലാണ് ഇല്യൂഷൻ എന്ന പദം വന്നത്. ഇനി ടൈപ്പ് ഓഫ് ഇല്യൂഷൻസ് ആണ് പറയുന്നത്. ടൈപ്പ് ഓഫ് ഇല്യൂഷൻസിൽ ഒപ്റ്റിക്കൽ ഇല്യൂഷൻസ് ഉണ്ട്. സോ ഒപ്റ്റിക്കൽ ഓർ വിഷ്വൽ ഇല്യൂഷൻ ഇസ് എ കൈൻഡ് ഓഫ് ഇല്യൂഷൻ ഇൻ വിച്ച് ദ ഇമേജസ് പെർസീവ്ഡ് ത്രൂ ദ സെൻസ് ഓഫ് സൈറ്റ് ടെൻഡ് ടു ബി മിസ്ലീഡിംഗ് ഓർ ഡിസെപ്റ്റീവ്, കോസിംഗ് എറേഴ്സ് ഇൻ perception. An optical illusion is based on the process through which the brain creates a visual world in one's mind using either or both these two sources, previous memory stored in it and the current presentation of the object in the environment. അതായത് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇമേജ്, നമ്മുടെ സൈറ്റിൽ കണ്ണിലൂടെ നമുക്ക് പെർസീവ് ചെയ്യുന്ന ഇമേജിനെ എന്ത് ചെയ്യുന്നുണ്ട്, മിസ്ലീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു എറർ കൊണ്ടുവരുന്നു. സോ അത് എന്തുകൊണ്ടായിരിക്കാം? രണ്ട് സോഴ്സസിലുള്ള, ഒന്ന് നമ്മുടെ മൈൻഡിൽ അല്ലെങ്കിൽ നമ്മുടെ മെമ്മറിയിൽ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള മെമ്മറി അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷനും അതുപോലെ കറൻ്റ്ലി നമുക്ക് ഒബ്ജക്റ്റ് പ്രസൻ്റ് ആയിട്ടുണ്ടല്ലോ, അത് തമ്മിലുള്ള എന്തെങ്കിലും ഡിഫറൻസ് കാരണമായിരിക്കും ഈ ഒരു ഇറർ നമുക്ക് ഈ കണ്ണിൽ വരുന്നത്. സോ അതിനാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഇല്യൂഷൻസ്, നമ്മൾ വിഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഇല്യൂഷൻ, തെറ്റായ കാര്യങ്ങൾ തെറ്റായിട്ട് കാണുന്നു, നമ്മൾ കാഴ്ചയിൽ വരുന്ന ആ തെറ്റ്. സോ അതിനാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എന്ന് പറയുന്നത്. അതിന് കുറച്ച് ഒപ്റ്റിക്കൽ ഇല്യൂഷൻസിൻ്റെ കുറേ എക്സാമ്പിൾസ് ആണ്. മുല്ലർ ലെയർ ഇല്യൂഷൻ എന്ന് പറയും. മുല്ലർ ലെയർ ഇല്യൂഷൻ ഇസ് ആൻ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ കൺസിസ്റ്റിംഗ് ഓഫ് 3 stylized arrows. The distortion happens when the viewer tries to determine if the 2 lines are exactly the same line. സോ അതാ ഈ ലൈൻസ് ഇതാ നോക്കൂ, ഇതിൽ നമ്മളിപ്പം ഏത് ലൈനാണ് ലോങ്ങർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് പറയും? സോ എ ആണെന്ന് പറയും അല്ലേ. അപ്പോൾ എ ആണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ബി ആണെന്ന് പറഞ്ഞാൽ അത് രണ്ടും തെറ്റാണ്. രണ്ടിനും എന്താണ്, 2 ലൈനും സെയിം ലെങ്താണ്. പക്ഷെ അവിടെ നമുക്ക് ഇല്യൂഷൻ വന്നല്ലേ. സോ ഇതിനെയാണ് നമ്മൾ മുല്ലർ ലെയർ ഇല്യൂഷൻ എന്ന് പറയുന്നത്. ഇഫ് യുവർ ആൻസർ ഇസ് ലൈൻ എ ദെൻ യു ആർ റോങ്, ആൻഡ് ഇഫ് യുവർ ആൻസർ ഇസ് ലൈൻ ബി ദെൻ അഗെയിൻ യു ഹാവ് ഗിവൻ ആൻ ഇൻകറക്റ്റ് ആൻസർ ബിക്കോസ് ബോത്ത് ലൈൻസ് ആർ ഓഫ് ഈക്വൽ ലെങ്ത്. ദ ഇല്യൂഷൻ യു ഹാവ് ജസ്റ്റ് സീൻ ഇസ് എ ജോമെട്രിക്കൽ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ നോൺ ആസ് മുല്ലർ ലെയർ ഇല്യൂഷൻ. സോ ഇത് ഇങ്ങനത്തെ ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട അതുപോലത്തെ ജോമെട്രിക്കൽ ഒപ്റ്റിക്കൽ ഇല്യൂഷനെ നമ്മൾ പറയുന്ന പേരാണ് മുല്ലർ ലെയർ ഇല്യൂഷൻ. ഈ ഇല്യൂഷനിൽ 2 സ്ട്രെയിറ്റ് ലൈൻസ്, സെയിം ലെങ്തിലുള്ള 2 സ്ട്രെയിറ്റ് ലൈൻസ് രണ്ടും ഡിഫറെൻ്റ് ലെങ്തായിട്ട് തോന്നും. അതെന്തുകൊണ്ടാണ്? അതിൽ ഒന്ന് ആരോസ് ഇൻവേർഡും ഔട്ട്വേർഡും ആരോസ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഷോർട്ടറും ലോങ്ങറുമായിട്ട് നമുക്ക് തോന്നുന്നത്. എന്താണ് In this illusion, 2 straight lines of same length appear to be of different length. Lines with the inward pointing arrow seem shorter than the outward pointing line. Inward അകത്തോട്ടിരിക്കുന്ന ഇതിനെ നമുക്ക് എന്തായിട്ട് തോന്നും? ഷോർട്ടറായിട്ട്. ലൈൻ പക്ഷെ പുറത്തോട്ട് ഉള്ള ലൈന് പോയിരിക്കുന്നതാണെങ്കിൽ നമുക്ക് ലോങ്ങറായിട്ടും തോന്നും. പക്ഷേ ആക്ച്വലി ഇത് രണ്ടും എന്താണ്? സെയിം ലെങ്തിലുള്ളതാണ്. സോ ഈ ഒരു ഇല്യൂഷനാണ് നമ്മൾ മുല്ലർ ലെയർ ഇല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത പോൺസോ ഇല്യൂഷൻ എന്ന് പറയും. ഇറ്റ് ഈസ് ഓൾസോ ആൻ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ. പോൺസോ ഇല്യൂഷൻ, മുല്ലർ ലെയർ ഇല്യൂഷൻ എന്നൊക്കെ പറയുന്നത് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. മുല്ലർ ലെയർ എന്ന് പറയുമ്പോഴത്തേക്ക് അതെന്താണ് ആ പിക്ചർ ഓർത്ത് വെച്ചിരിക്കുക. ഇറ്റ് ഈസ് ഓൾസോ ആൻ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ഇൻ വിച്ച് 2 converging straight line distort our perception of the size of 2 identical lines drawn across it. The upper yellow line appears to be longer than the lower yellow line when in fact both are of the same length. The incorrect judgment of the size of yellow lines happen because we use linear perspective cues to judge size. So ഇപ്പോൾ നമ്മളിങ്ങനെ കാണുന്ന ഒരു ഇതിൽ പോൺസോ ഇല്യൂഷൻ എന്ന് പറയുന്നത്, ഇതിലിപ്പോൾ നമ്മൾ യെല്ലോ ലൈൻസ് ഉണ്ടല്ലോ, ഫസ്റ്റ് വണ്ണ് ആദ്യത്തെ ഇതിലുള്ളതും ലാസ്റ്റ് വണ്ണിലെ ഇതിൽ നമുക്ക് ഏതായിരിക്കും വലുതായിട്ട് തോന്നുന്നത്? ലോങ്ങറായിട്ട് തോന്നുന്നത് അങ്ങ് ലാസ്റ്റ് കാണുന്നതായിരിക്കും. പക്ഷേ ആക്ച്വലി ഇവർ രണ്ടും എന്താണ്? ഒരേ ലെങ്ത്തിൽ അല്ലെങ്കിൽ ഒരേ നീളത്തിലുള്ളവരാണ്. പക്ഷെ ഇങ്ങനെ നമുക്ക് തോന്നുന്നത്, അങ്ങനെ തോന്നുന്ന ആ ഇല്യൂഷനാണ് നമ്മൾ പോൺസോ ഇല്യൂഷൻ എന്ന് പറയുന്നത്.
ഇനി അടുത്ത എബിംഗ്ഹോസ് ഇല്യൂഷൻ എന്ന് പറയും. ഇതും ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ്. ഇത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? റിലേറ്റീവ് സൈസ് പെർസെപ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇത് ഡിസ്കവർ ചെയ്തത് ഹെർമൻ എബിംഗ്ഹോസ് ആണ്. പക്ഷേ ഇത് ഡിസ്കവർ ചെയ്തത് ഹെർമൻ എബിംഗ്ഹോസ് ആണെങ്കിലും പോപ്പുലറൈസ്ഡ് ചെയ്തത് എഡ്വേർഡ് ബി ടിച്ച്നറാണ്. അതുകൊണ്ട് തന്നെ ഈ ഇല്യൂഷൻ അറിയപ്പെടുന്നത് ടിച്ച്നർ സർക്കിൾ. ഇത് കൂടുതലും പോപ്പുലറൈസ് ചെയ്തത് എഡ്വേർഡ് ടിച്ച്നറാണ്. അതുകൊണ്ട് ഇതിനെ എബിംഗ്ഹോസ് ഇല്യൂഷൻ അറിയപ്പെടുന്നതും ടിച്ച്നർ സർക്കിൾ എന്നതാണ്. ഇനി ഇതിലേതാണ് ഓറഞ്ച് സർക്കിളിൽ ഇതിലേതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓറഞ്ച് സർക്കിൾ ഇസ് സ്മോളർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അപ്പോൾ ഇത് ഏതായിരിക്കും പറയുന്നത് നിങ്ങൾ? ഉറപ്പായിട്ടും പറയുക ഫസ്റ്റ് ഫ്ലവർ എ ആണ്. എയിൽ ഓറഞ്ച് സർക്കിളാണ് ചെറുതെന്ന് പറയും. പക്ഷേ ആക്ച്വലി ഇത് രണ്ടും ഈ രണ്ട് ഓറഞ്ച് ലൈൻസും എന്താണ്? സെയിം സൈസിലുള്ളത്. പക്ഷെ നമ്മളത് എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ചെറുതാണെന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാണ്? അതിൻ്റെ ചുറ്റുമുള്ള സർക്കിളിൻ്റെ സൈസ് അനുസരിച്ചാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? സോ ഇതിനെയാണ് നമ്മൾ എബിംഗ്ഹോസ് ഇല്യൂഷൻ എന്ന് പറയുന്നത്. ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ ആൻസർ, ബോത്ത് ഓറഞ്ച് സർക്കിൾ ആർ ഓഫ് ദ സെയിം സൈസ്. ദിസ് ഈസ് നോൺ ആസ് എബിംഗ്ഹോസ് ഇല്യൂഷൻ. ദ പെർസെപ്ഷൻ ഓഫ് ദ സൈസ് ഓഫ് ഓറഞ്ച് സർക്കിൾ ഡിപ്പെൻഡ്സ് ഓൺ ദ റിലേറ്റീവ് സൈസ് ഓഫ് ഗ്രേ സർക്കിൾ. സോ ഇതിന് ചുറ്റുമുള്ള ഗ്രേ സർക്കിളിനെ ഡിപ്പെൻഡ് അതിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ അവിടെ എന്ത് നടന്നത്? നമ്മൾ പെർസീവ് ചെയ്തത് ചെറുത്. ഇതിൻ്റെ ഓറഞ്ചിൻ്റെ ചുറ്റും വലിയ സർക്കിൾസ് ആയപ്പോൾ നമ്മൾ വിചാരിച്ച് അത് ചെറുത്. പക്ഷേ ഇപ്പുറത്തെ ഓറഞ്ചിന് ചുറ്റും ചെറിയ ഗ്രേ സർക്കിൾസ് ആയതുകൊണ്ട് നമ്മൾ അതെന്ത് വിചാരിച്ച്? അപ്പോൾ ഇത് ചെറുത്. അപ്പോൾ ഓറഞ്ച് സർക്കിൾ വലുതായിരിക്കും. പക്ഷേ രണ്ടും എന്താണ്? സെയിം ഈക്വൽ അളവിലുള്ളതാണ്. സോ ഇതിനെയാണ് നമ്മൾ എബിംഗ്ഹോസ് ഇല്യൂഷൻ ഓഫ് റിലേറ്റീവ് സൈസ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എയിംസ് റൂം ഇല്യൂഷനാണ്. നെയിംഡ് ആഫ്റ്റർ ഇറ്റ്സ് ക്രിയേറ്റർ അമേരിക്കൻ ഒഫ്താൽമോളജിസ്റ്റ് ആഡൽബർട്ട് എയിംസ്. ഇദ്ദേഹമാണ് ഈ ഒരു എയിംസ് റൂം ഇല്യൂഷൻ എന്ന് പറയുന്നത് ഇത് ക്രിയേറ്റ് ചെയ്തത്. ദിസ് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ലീഡ്സ് ടു ദ ഡിസ്റ്റോർഷൻ ഓഫ് പെർസെപ്ഷൻ ഓഫ് റിലേറ്റീവ് സൈസ്. ഇതും പെർസെപ്ഷൻ ഓഫ് റിലേറ്റീവ് സൈസുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ടു ആൻ ഒബ്സർവർ, എ പേഴ്സൺ സ്റ്റാൻഡിങ് ഇൻ വൺ കോർണർ ഓഫ് ദ റൂം ഇസ് പെർസീവ്ഡ് ആസ് സിഗ്നിഫിക്കൻ്റ്ലി ലാർജർ ദാൻ ദ പേഴ്സൺ സ്റ്റാൻഡിങ് ഇൻ അനദർ കോർണർ. സോ ഒരു റൂമിൻ്റെ ഒരു കോർണറിൽ നിൽക്കുന്ന വ്യക്തിയെക്കാളും അടുത്ത കോർണറിൽ പുറത്തു നിന്ന് നോക്കുന്ന ആൾക്ക് മറ്റേ സൈഡിലെ ആൾ കുറച്ചുകൂടെ വലുതായിട്ട് ലാർജറായിട്ട് തോന്നും. സോ ഈ ഒരു ഇല്യൂഷനെയാണ് നമ്മൾ എയിംസ് റൂം ഇല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് മൂൺ ഇല്യൂഷൻ എന്ന് പറയുന്നത്. ഹാവ് യു എവർ നോട്ടീസ് ദാറ്റ് ദ സൈസ് ഓഫ് ദ മൂൺ വെൻ ഇറ്റ് ഈസ് കമ്മിങ് ഓവർ ദ ഹൊറൈസൺ? ഇഫ് യെസ്, ദെൻ യു മസ്റ്റ് ഹാവ് നോട്ടീസ് ദാറ്റ് ഇറ്റ് ലുക്സ് ബിഗർ ഓൺ ദ ഹൊറൈസൺ ദാൻ വെൻ ഇറ്റ് കംസ് ഓവർ ഹെഡ്. സോ ഈ മൂൺ വരുന്ന സമയത്ത് അതിൻ്റെ ഹൊറൈസൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്ക് അത് ബിഗ്ഗറായിട്ട് തോന്നും. അത് നമ്മുടെ തലയ്ക്ക് മുകളിൽ വരുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ആ ചക്രവാളത്തിൽ എത്തുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ ബിഗ്ഗറായിട്ട് നമുക്ക് തോന്നും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇൻ റിയാലിറ്റി ആക്ച്വലി പക്ഷേ മൂണിൻ്റെ അവിടെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അവിടെ അതിൻ്റെ മൂണിൻ്റെ സൈസിലൊന്നും ഒരു മാറ്റവും ഇല്ല. അവർ പെർസെപ്ഷൻ ഓഫ് ദ മൂൺ ഹാവിങ് ഡിഫറെൻറ്റ് സൈസ് അറ്റ് ദ ഹൊറൈസൺ ആൻഡ് സെനിത്ത് ഈസ് നോൺ ആസ് മൂൺ ഇല്യൂഷൻ. സോ ഓരോ സ്ഥലത്ത് ഹൊറൈസണിലും മൂണിൻ്റെ സെനിത്ത് ഭാഗങ്ങളിൽ എത്തുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഇല്യൂഷനാണ് അല്ലേ? അവിടെ പെർസീവ് ചെയ്യുന്നതിൽ സൈസിൽ എന്ത് വരുന്നുണ്ട്? പെർസെപ്ഷൻ. ആക്ച്വലി മൂണിന് അവിടെ എന്താണ്? മൂണിൻ്റെ സൈസ് മാത്രമേ ഉള്ളൂ. ദിസ് ഇല്യൂഷൻ ഒക്കേഴ്സ് ബിക്കോസ് ഓഫ് എ പെർസെപ്ഷൻ ഓഫ് ദ സ്കൈ ആസ് എ ഫ്ലാറ്റൻഡ് ഡോം ആൻഡ് ദസ് ഫോഴ്സിങ് അവർ ബ്രെയിൻ ടു റിഡ്യൂസ് ദ സൈസ് ഓഫ് ദ മൂൺ അറ്റ് സെനിത്ത്. നെക്സ്റ്റ് ആണ് ഓഡിറ്ററി ഇല്യൂഷൻ എന്ന് പറയുന്നത്. വൈൽ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ഡിസീവ് ദ ഐ ത്രൂ വിഷ്വൽ ഇമേജസ്. ഒപ്റ്റിക്കൽ ഇല്യൂഷൻ നമുക്ക് ഏതിലൂടെയാണ് ഇല്യൂഷൻ നടക്കുന്നത്? കണ്ണിലൂടെയാണ് അല്ലേ? സോ അപ്പോൾ ഓഡിറ്ററി ഇല്യൂഷൻ എന്ന് പറയുന്നത് നമ്മളെ കാതിനെ മിസ്ലീഡ് ചെയ്യുന്നതാണ്. സൗണ്ട്സിലൂടെ കാതിനെ മിസ്ലീഡ് ചെയ്യുന്നതാണ്. ദിസ് സൗണ്ട്സ് ആർ യൂഷ്വലി ദോസ് ദാറ്റ് ആർ നോട്ട് റിയലി present in the physical stimulus but is heard by ears and perceived as a sound related to the stimulus in the environment. So കണ്ണിൽ നമ്മൾ തെറ്റായി ധരിപ്പിച്ചതുപോലെ കാതിൽ നമ്മൾ കേൾക്കാത്ത ശബ്ദങ്ങൾ കേട്ടതായിട്ട് തോന്നും. ഫിസിക്കൽ സ്റ്റിമുലസിൽ ഇല്ലാത്ത സൗണ്ടുകൾ നമ്മൾ
എൻവയോൺമെൻറ്റിൽ നിന്ന് കേട്ടതായിട്ട് നമുക്ക് തോന്നും. ദർ ആർ ഓൾസോ ഓഡിറ്ററി ഇല്യൂഷൻ ദാറ്റ് കം ഫ്രം ഇമ്പോസിബിൾ സൗണ്ട് സച്ച് എസ് ഹിയറിംഗ് എ മിസ്സിംഗ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി പ്രൊവൈഡഡ് ദാറ്റ് ദർ ആർ എ പോർഷൻ ഓഫ് ദ ഹാർമോണിക് സീരീസ് ആൻഡ് ഡിഫറെൻറ്റ് സൈക്കോ അക്കോസ്റ്റിക് ട്രിക്സ് ഓഫ് ലോസി ഓഡിയോ കംപ്രഷൻ. സോ ചില പാട്ടുകൾ നമ്മൾ കേട്ട് കഴിയുമ്പോഴത്തേക്ക് അതിൽ ചിലതിൽ വരികളില്ലെങ്കിൽ നമ്മളത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് അവിടെ ഉള്ളതായിട്ട് തോന്നും. ചില ഫ്രീക്വൻസി അല്ലെങ്കിൽ ചില ഇമ്പോസിബിൾ സൗണ്ട്സ് നമുക്കവിടെ ഉള്ളതായിട്ട് തോന്നും. സോ അങ്ങനെ നമ്മൾ കാതിനെ തെറ്റായ രീതിയിൽ പെർസീവ് ചെയ്തിരിക്കുന്നതിനാണ് നമ്മൾ ഓഡിറ്ററി ഇല്യൂഷൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടാക്ടൈൽ ഇല്യൂഷൻസ് ഉണ്ട്. വൈൽ ഒപ്റ്റിക്കൽ ആൻഡ് ഓഡിറ്ററി ഇല്യൂഷൻസ് ആർ കോമൺ മാനിഫെസ്റ്റേഷൻ ഓഫ് സെവറൽ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് സച്ച് എസ് ഷിസോഫീനിയ ആൻഡ് സൈക്കോസിസ്. സോ പല ഈ ഒപ്റ്റിക്കലും ഓഡിറ്ററി ഇല്യൂഷൻസും പല സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്, അതായത് ഷിസോഫീനിയയിലും സൈക്കോസിസിലും ഒക്കെ കാണപ്പെടുന്നതാണ് ഈ ഇല്യൂഷൻസ് എന്ന് പറയുന്നത്. ടാക്ടൈൽ ഇല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ടച്ചുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആർക്ക് മാത്രമാണ്? ഹാവ് അണ്ടർഗോൺ ആംബ്യൂട്ടേഷൻ അല്ലെങ്കിൽ അസുഖം കൊണ്ട് അല്ലെങ്കിൽ കാല് മുറിച്ച് കളയപ്പെട്ടവർ അല്ലെങ്കിൽ കൈ മുറിച്ച് കളഞ്ഞവർ. സോ അങ്ങനെയുള്ളവരിൽ മാത്രം വരുന്ന ഒരു ഇല്യൂഷനാണ് ടാക്ടൈൽ ഇല്യൂഷൻ എന്ന് പറയുന്നത്. അതിൽ ഉദാഹരണമാണ് ഫാൻറ്റം ലിംബ്, അതായത് പെയിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇത് ടാക്ടൈൽ ഇല്യൂഷനാണ്. വെയറിൻ ദ പേഷ്യൻറ്റ് സ്റ്റിൽ ഫീൽസ് പെയിൻ ഓൺ ദ ലെഗ്, ആംസ് ഓർ ഡിജിറ്റ് ദാറ്റ് ഹാസ് ഓൾറെഡി ഹാവ് ബീൻ മൂവ്. സോ ഈ ആംബ്യൂട്ടേഷൻ ചെയ്തവർക്ക് അവർക്കവിടെ ഒരു പെയിൻ അല്ലെങ്കിൽ അവർക്കവിടെ കാലിൽ വേദനയുണ്ട് എന്നുള്ളൊരു പെയിൻ അല്ലെങ്കിൽ ഒരു ഇല്യൂഷൻ അവിടെ അവർക്ക് വരും. സോ അതിനെയാണ് നമ്മൾ ഫാൻറ്റം ലിംബ് അല്ലെങ്കിൽ ടാക്ടൈൽ ഇല്യൂഷൻ എന്ന് പറയുന്നത്. ആ ഒരു പെയിൻ അവർക്ക് വരും. സോ അതാണ് ഈ ഒരു ഫാൻറ്റം ലിംബ് ഇല്യൂഷനിലൂടെ പറയുന്നത്. സോ അപ്പോൾ ഫാൻറ്റം ലിംബ് എന്ന് പറയുന്നത് ആംബ്യൂട്ടേഷൻ ചെയ്തവരിൽ വരുന്ന ഒരു കാലവിടെ ഇല്ലെങ്കിൽ അവർക്ക് ആ ഒരു പെയിൻ അനുഭവപ്പെടുന്നു. സോ അതിനെയാണ് നമ്മൾ ഫാൻറ്റം ലിംബ് ഇല്യൂഷൻ അല്ലെങ്കിൽ ടാക്ടൈൽ ഇല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇല്യൂഷൻസ് ഓഫ് മോഷൻ ആണ്. സംടൈംസ് പീപ്പിൾ പെർസീവ് ആൻ ഒബ്ജക്റ്റ് ആസ് മൂവിങ് വെൻ ഇറ്റ്സ് ആക്ച്വലി സ്റ്റിൽ. ചില ഒബ്ജക്റ്റ് അവിടെ സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുമായിരിക്കും, പക്ഷേ നമുക്കതിന് എന്തായിട്ട് തോന്നും? അത് മൂവ് ചെയ്യുന്നതായിട്ട് തോന്നും. സോ അങ്ങനെയുള്ള കുറച്ച് ഇല്യൂഷൻ മോഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇല്യൂഷനാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഓട്ടോ കൈനറ്റിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇൻ ദിസ് എഫക്റ്റ് എ സ്മോൾ സ്റ്റേഷനറി ലൈറ്റ് ഇൻ എ ഡാർക്കൻഡ് റൂം വിൽ അപ്പിയർ ടു മൂവ് ഓർ ഡ്രിഫ്റ്റ് ബിക്കോസ് ദർ ആർ നോ സറൗണ്ടിങ് ഇൻഫർമേഷൻസ് ടു ഇൻഡിക്കേറ്റ് ദാറ്റ് ലൈറ്റ് ഈസ് നോട്ട് മൂവിങ്. സോ ഓട്ടോ കൈനറ്റിക് എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഇരുട്ട് റൂമിൽ ഒരു ലൈറ്റ് പുറത്തുനിന്ന് ഒരു ലൈറ്റ് മാത്രം ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്കവിടെ എന്തായിട്ട് തോന്നും? ആ ലൈറ്റ് മൂവ് ചെയ്യുന്നതായിട്ട് തോന്നും. സോ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പുറത്തു നിന്ന് വേറെ ഒരു ലൈറ്റ് സോഴ്സും ഇല്ല, ഇത് മൂവ് ചെയ്യുന്നില്ല എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ആ ഒറ്റ ലൈറ്റ് നമുക്ക് മൂവ് ചെയ്യുന്നതായിട്ടും അങ്ങോട്ട് ചേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് ചെയ്യുന്നതായിട്ടൊക്കെ തോന്നും. സോ ഈ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ ഓട്ടോ കൈനറ്റിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഓട്ടോ കൈനറ്റിക് ഇല്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഇമേജ് കണ്ടോ? ഈ ഇമേജിൽ നമുക്ക് നടുക്കൊരു ഹാർട്ട് ഷേപ്പ് കാണാം. അതിന് ചുറ്റുമായിട്ട് എന്ത് തോന്നുന്നുണ്ട്? എന്തോ ഒരു ബ്ലാക്ക് കളർ മൂവ് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ ഇതായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ അത് എന്താണ്? ഇത് ആക്ച്വലി ഈ ഒരു ഇമേജ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആയിട്ടുള്ളൊരു ഇമേജാണ്. ഇറ്റ് ഈസ് എ സ്റ്റാറ്റിക് ഇമേജ്. ദ ഓട്ടോകൈനറ്റിക് എഫക്റ്റ് ഓൾസോ റെഫർഡ് ടു അറ്റ് ഓട്ടോകൈനസിസ് ഇസ് എ ഫിനോമിനൻ ഓഫ് വിഷ്വൽ പെർസെപ്ഷൻ ഇൻ വിച്ച് എ സ്റ്റേഷനറി സ്മോൾ പോയിന്റ് ഓഫ് ലൈറ്റ് ഇൻ ആൻഡ് അതർവൈസ് ഡാർക്ക് ഓർ ഫീച്ചർലെസ് എൻവയൺമെന്റ് അപ്പിയേഴ്സ് ടു മൂവ്. ഇറ്റ് വാസ് ഫസ്റ്റ് റെക്കോർഡഡ് ബൈ എ റഷ്യൻ ഓഫീസർ കീപ്പിംഗ് വാച്ച് who observed illusionary movement of a star near the horizon. സോ ഇതിനാണ് നമ്മൾ ഓട്ടോ കൈനറ്റിക് ഇല്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മോഷൻ പെർസെപ്ഷനിലെ സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ് ആണ്. നമ്മൾ സ്ട്രോബോസ്കോപ്പിക് മോഷൻ പറഞ്ഞാലും സോ അത് തന്നെയാണ്. സോ എ റാപ്പിഡ് സീരീസ് ഓഫ് സ്ലൈറ്റ്ലി വേരിയിങ് ഇമേജസ് പെർസീവ്ഡ് ആസ് മൂവിങ് ഇമേജസ്, ഫ്ലിക്ക് ബുക്ക്, ഓൾഡ് മൂവീസ്. സോ പഴയ കാലത്തെ സിനിമകൾ എടുത്ത് നോക്കുമ്പോൾ അറിയാം അത് ഓരോ ഫിലിമാണല്ലേ, ഓരോ പിക്ചേഴ്സ് എന്ത് ചെയ്താൽ സ്പീഡിൽ മൂവ് ചെയ്താണ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് തോന്നുന്നത്. സോ അവിടെ ആക്ച്വലി അതെന്താണ്? ഒരു ഇമേജാണ്. അതിന് മൂവ്മെൻറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് അത് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. എ റാപ്പിഡ് സീരീസ് ഓഫ് സ്ലൈറ്റ്ലി വേരിയിങ് ഇമേജസ് പെർസീവ്ഡ് ആസ് മൂവിങ് ഇമേജസ്. കുറച്ച് വേരിയേഷൻസ് ഉള്ള ഇമേജസ് ഒന്നിച്ചിരിക്കുമ്പോഴത്തേക്ക് നമുക്കത് മൂവ് ചെയ്യുന്നതായിട്ട് തോന്നും. ചില ബുക്കുകളിൽ നമ്മൾ സൈഡിൽ ഓരോ വേരിയേഷൻസ് ഉള്ള പിക്ചേഴ്സ് വരച്ച് വയ്ക്കുമ്പോഴത്തേക്ക് അത് ഓരോന്നും
സ്പീഡിൽ നമ്മൾ മാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് മൂവ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് തോന്നും. സോ ആ എഫക്റ്റിനെയാണ് സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത 5 ഫിനോമിന എന്ന് പറയുന്നത് ഇല്യൂഷൻ ഓഫ് മൂവ്മെൻറ്റ് ക്രിയേറ്റഡ് വെൻ 2 or more ലൈറ്റ് നെക്സ്റ്റ് ടു ഈച്ച് അതർ ബ്ലിങ്ക് ഓൺ ആൻഡ് ഓഫ്. സോ നമ്മൾ ഇലൂമിനേഷൻ ലൈറ്റൊക്കെ കണ്ടിട്ടില്ലേ വീട്ടിൽ, അതിൽ ലൈറ്റ് ഇടുമ്പോഴത്തേക്ക് അടുത്തുള്ള ഒന്ന് അണയുമ്പോൾ അടുത്തത് കത്തും. സോ അങ്ങനെയാണ് ഇത് ലൈറ്റ് അറേഞ്ച് ചെയ്തത്. പക്ഷേ നമുക്കത് എന്തായിട്ട് തോന്നും, ഇത് മൂവ് ചെയ്യുന്നതായിട്ട്, ആ ലൈറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് ഒരു ഇല്യൂഷൻ വരും. സോ അതിനെയാണ് നമ്മൾ 5 ഫിനോമിനൻ എന്ന് പറയുന്നത്. ഇല്യൂഷൻ ഓഫ് മൂവ്മെൻറ്റ് ക്രിയേറ്റഡ് വെൻ 2 or more ലൈറ്റ് നെക്സ്റ്റ് ടു ഈച്ച് അതർ ബ്ലിങ്ക് ഓൺ ആൻഡ് ഓഫ്. സോ അടുത്തിരിക്കുന്ന 2 ലൈറ്റ് ഓണാവുകയും ഓണാവുകയും അണയുകയും ചെയ്യുന്ന സമയത്ത് ഇതൊരു മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. സോ ഇതിനെയാണ് നമ്മൾ 5 ഫിനോമിനൻ എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നത് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ആണ്. സോ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ഇസ് കോൾഡ് ബിക്കോസ് ഇറ്റ് ഈസ് പെർസെപ്ഷൻ വിത്തൗട്ട് ദ മീഡിയേഷൻ ഓഫ് ദ സെൻസസ്. ഇറ്റ് ഇൻക്ലൂഡ് ക്ലേവോയൻസ്, സൈക്കോകൈനസിസ്, പ്രീകോഗ്നിഷൻ ആൻഡ് ടെലിപ്പതി. എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന് പറയുന്നത് പെർസെപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് സെൻസ് ഓർഗൻസിലൂടെ കിട്ടുന്ന ഇൻഫർമേഷൻസിന് നമ്മൾ ബ്രെയിൻ പെർസീവ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ സെൻസ് ഓർഗൻസിൻ്റെ മീഡിയേഷൻ ഇല്ലാതെ നമുക്ക് കിട്ടുന്ന പെർസെപ്ഷനെയാണ് നമ്മൾ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ടൈപ്സ് ആണ് ക്ലേവോയൻസ്, അതിൽ 6 സൈലൻ്റ് ആണ്, ക്ലേവോയൻസ് എന്നാണ്, സൈക്കോകൈനസിസ്, പ്രീകോഗ്നിഷൻ ആൻഡ് ടെലിപ്പതി. സോ അപ്പം എന്താണ് ESP? എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ഇസ് എ പെർസെപ്ഷൻ ദാറ്റ് ഒക്കേഴ്സ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് ദ മെയിൻ ഫിസിക്കൽ സെൻസസ്. സോ മെയിൻ ഫിസിക്കൽ സെൻസസ് നമ്മുടെ സെൻസസ് ആയിട്ടുള്ള സൈറ്റ്, ഹിയർ, ടച്ച്, ടേസ്റ്റ്, സ്മെല്ല്, സോ ഇങ്ങനെയുള്ള ഒന്നിൻ്റെ സഹായമില്ലാതെ ഒറ്റയ്ക്ക് നമുക്ക് കിട്ടുന്ന പെർസെപ്ഷൻ, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്ന് കിട്ടുന്ന പെർസെപ്ഷനാണ്. സ്റ്റിമുലസ് ഇല്ലാതെ അല്ലെങ്കിൽ സെൻസേഷൻ ഇല്ലാതെ കിട്ടുന്ന പെർസെപ്ഷനെയാണ് നമ്മൾ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഇൻ സം വേസ് the term is vague, but it is generally used to imply a source of information that is unknown to modern science. ഇപ്പോഴത്തെ മോഡേൺ സയൻസിൽ എല്ലാത്തിനും എന്ത് വേണം? എവിഡൻസ് വേണം അല്ലേ? സോ അപ്പം ഇതൊരു മോഡേൺ സയൻസ് തള്ളിക്കളയുന്ന ഒരു ഏരിയ ആണ് ഈ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന് പറയുന്നത്. വേഗ് ഐഡിയാസ് തരുന്നത് കൊണ്ട് തന്നെ സയൻറ്റിഫിക്കലി എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ മോഡേൺ സയൻസിന് ഇതിൻ്റെ സോഴ്സ് ഓഫ് ഇൻഫർമേഷനെ കുറിച്ചൊന്നും വലിയ അറിവില്ല. സോ അതാണ് ഈ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷനിൽ വരുന്ന ടൈപ്പുകളാണ് ടെലിപ്പതി എന്ന് പറയും. തോട്ട് ട്രാൻസ്മിഷൻ ഫ്രം വൺ മൈൻഡ് ടു അനദർ. ഒരു മൈൻഡിൽ നിന്ന് അടുത്ത മൈൻഡിലോട്ടുള്ള തോട്ടിൻ്റെ ട്രാൻസ്മിഷനാണ് നമ്മൾ ടെലിപ്പതി എന്ന് പറയുന്നത്. ഫോർ ടെലിപ്പതി ദ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഇസ് അനദർ പേഴ്സൺസ് മൈൻഡ്. ഒരു വ്യക്തിയുടെ ഇവിടുത്തെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് മറ്റൊരാളുടെ മൈൻഡാണ്. സോ ഇത് എത്രത്തോളം പോസിബിൾ ആണെന്ന്, മൈൻഡ് റീഡിംഗ് ഒക്കെ ഇപ്പം വളരെ കൂടി വരുന്ന ഒരു ഇതല്ലേ, ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഇതാണ്. മറ്റൊരാളുടെ മനസ്സ് അല്ലെങ്കിൽ അയാളുടെ എന്താണ് അയാൾ ചിന്തിക്കുന്നത് എന്ന് വായിക്കാൻ പറ്റും എന്നാണ് ഈ ഒരു ടെലിപ്പതിയിലൂടെ പറയുന്നത്. എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ആണ്. ദ പ്രിൻസിപ്പൽ റിക്വയർമെൻറ്റ് ഓഫ് ടെലിപ്പതിക് ട്രാൻസ്മിഷൻ ഇസ് ദാറ്റ് ദ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ കനോട്ട് ബി എക്സ്പ്ലെയിൻ ബൈ എനി നോൺ ഫിസിക്കൽ പ്രോസസ്. സോ ഇവിടെ എന്താണ്, ഒരു ഫിസിക്കൽ പ്രോസസ്സിലൂടെയും നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നു, ഒരു വ്യക്തിക്ക് മറ്റേയാളുടെ തോട്ട് എന്താണെന്ന് കണ്ടെത്താൻ പറ്റുന്നു അല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റുന്നു. സോ ഇതിനെ നമ്മൾ ടെലിപ്പതി എന്ന് പറയുന്നു. ഓഫൻ ദ ഡെമോൺസ്ട്രേഷൻ ഇൻവോൾവ്സ് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ഓവർ ലാർജ് ഡിസ്റ്റൻസ്. സോ അതിപ്പോൾ ഒരാളെ നമുക്ക് കണ്ടുകൊണ്ട് മാത്രം അയാളുടെ തോട്ട് നമുക്ക് കിട്ടുക എന്നുമല്ല, അയാൾ എത്ര ദൂരത്തിലായിരുന്നാലും അയാൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമുക്ക് കിട്ടുക ടെലിപ്പതി എന്ന് പറയുന്നത്. അപ്പോൾ ചില സമയത്ത് നമ്മൾ മൈൻഡിൽ നമ്മൾ അയാളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അയാൾ കറക്റ്റ് ആ സമയത്ത് നമ്മളെ വിളിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യും. സോ അപ്പോൾ നമ്മൾ പറയില്ല ആ ഒരു ടെലിപ്പതി ബന്ധം. സോ അതാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ പ്രസൻസിലുള്ള ആളുടെ തോട്ടായിരിക്കും, മൈൻഡല്ല, എവിടെ ഇരുന്നാലും നമുക്ക് അയാളെ എന്ത് ചെയ്യാൻ പറ്റും, അയാളുടെ മൈൻഡ് അല്ലെങ്കിൽ തോട്ട് തിരിച്ചറിയാൻ പറ്റുന്നു. സോ അതിനെയാണ് നമ്മൾ ടെലിപ്പതി എന്ന് പറയുന്നത്. അൺലൈക്ക് ഫിസിക്കൽ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ, ടെലിപ്പതി ഇസ് നോട്ട് സബ്ജക്റ്റ് ടു വീക്കനിങ് ഓഫ് ദ സിഗ്നൽ ദ ഫർദർ യു മൂവ് അവേ ഫ്രം ദ സോഴ്സ്.
ഇനി അടുത്ത ക്ലെയർവോയൻസ് ആണ്. എക്സ്ട്രാ സെൻസറി അവയർനെസ് ഓഫ് ഒബ്ജക്റ്റ്. നമുക്ക് കാണാൻ പറ്റാത്ത, നേരത്തേതിൽ നമുക്ക് ഒബ്ജക്റ്റുകളൊന്നുമില്ല, മറ്റൊരാളുടെ മൈൻഡ് കാണാൻ പറ്റും, അയാളുടെ തോട്ട്, അയാൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റുമെന്ന്. പക്ഷേ ഇവിടെ എന്താണ്, ഒബ്ജക്റ്റുകൾ, നമ്മുടെ സെൻസ് ഓർഗൻസിന് കാണാൻ പറ്റാത്ത ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ഇവൻറ്റുകൾ അല്ലെങ്കിൽ പേഴ്സൺസ്, ഇവരെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നു. സോ ആ ഒരു ഇതിനെയാണ് നമ്മൾ ക്ലെയർവോയൻസ് എന്ന് പറയുന്നത്. സോ പ്രീവിയസ് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. So clairvoyance is similar to telepathy except that the source of information is an object or event rather than another mind. So ടെലിപ്പതിയുമായിട്ട് ഏകദേശം സാമ്യമുള്ളതാണ്. പക്ഷേ എന്തിലാണ് വ്യത്യാസം? ടെലിപ്പതിയിൽ മൈൻഡാണ് അവിടെ ഇൻഫർമേഷൻ, സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് മൈൻഡാണ്. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഇവൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സൺ ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ കാണാത്തൊരു പേഴ്സണെ നമ്മൾ എവിടെന്നോ കാണുന്നുണ്ട്. നമ്മുടെ ഉൾമനസ്സിൽ, സിക്സ്ത് സെൻസിലൂടെ നമ്മൾ ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നു, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ, ഇല്ലാത്തൊരു ഒബ്ജക്റ്റിനെ നമ്മൾ കാണുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു വോയിസ്, മറ്റുള്ളവർക്ക് കേൾക്കാൻ പറ്റാത്തൊരു വോയിസ് സിക്സ്ത് സെൻസിലൂടെ നമ്മൾ മാത്രം കേൾക്കുന്നു. സോ അതിനാണ് നമ്മൾ ക്ലെയർവോയൻസ് എന്ന് പറയുന്നത്. സോ ടെലിപ്പതിയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ മൈൻഡ് മാത്രമേ ഉള്ളൂ, മറ്റൊരാളുടെ മൈൻഡ് നമ്മൾ തിരിച്ചറിയുന്നു. സോ ഇവിടെ നമ്മളൊരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഇവൻറ്റ് നമ്മൾ കാണുകയും കേൾക്കുകയും ഫീൽ ചെയ്യുകയൊക്കെ ചെയ്യുന്നു. ആസ് വെൽ ആസ് ക്ലെയർവോയൻസ് വി ക്യാൻ propose clairaudience where the source of information is auditory rather than visual. സോ ഇതിൽ കൂടുതലും എന്തായിരിക്കും, ഓഡിറ്ററി ആൻഡ് വിഷ്വലിനേക്കാളും കൂടുതൽ ഓഡിറ്ററി ആയിരിക്കും. Clairaudience is an alleged psychic ability to hear things that are beyond the range of ordinary power of hearing, such as voices or messages from the dead. So ഇവിടെ എന്താണ്, നോർമൽ ആൾക്കാർക്ക് കേൾക്കാൻ പറ്റാത്ത കാര്യം, മരിച്ചവരുടെ സൗണ്ട് കേൾക്കുക, ഇങ്ങനെയൊക്കെ പറയത്തില്ലേ. സോ അതൊക്കെയാണ് ഈ ക്ലെയർവോയൻസിൽ വരുന്നത്. is one of the major psychic abilities and means you receive intuitive information via images, symbols and moving pictures. സോ ഇതിൽ നമുക്ക് മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് ഇൻറ്റ്യൂട്ടീവായിട്ട് ഇൻഫർമേഷൻസ്, അത് ഇമേജസ് ആവാം, സിമ്പിൾസ് ആവാം, അല്ലെങ്കിൽ മൂവിങ് പിക്ചേഴ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇമേജസ് ആർ യൂഷ്വലി സീൻ ഇൻ യുവർ മൈൻഡ് ഐ. നിങ്ങൾ കണ്ണിലൂടെയല്ല കാണുന്നത്, പക്ഷേ നിങ്ങളുടെ ഉൾക്കാഴ്ച സിക്സ്ത് സെൻസിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹെഡിൽ മാത്രം കാണുന്നു. സോ യു പ്രോബബ്ലി വോണ്ട് സീ എ സ്പിരിറ്റ് സിറ്റിംഗ് ഓൺ യുവർ കാച്ച് സിപ്പിംഗ് അല്ലേ. സോ ഒരു ഗോസ്റ്റ് ഇരുന്ന് നിങ്ങളടുത്തിരുന്ന് എന്ത് ചെയ്യുന്നു, ഒരു ചായ കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ട് അടുത്തിരിക്കുന്നു, അത് നിങ്ങൾ കാണുന്നു. സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്ലെയർവോയൻസ് എന്ന് പറയുന്നത്. അതിനടുത്ത പ്രീകോഗ്നിഷൻ ഇസ് ഫോർ നോളജ് ഓഫ് സ്പെസിഫിക് ഇവൻറ്റ്സ് വിത്തൗട്ട് എനി റാഷണൽ മീൻസ്. സോ ഇത് നമ്മൾ ഫ്യൂച്ചർ പ്രഡിക്ഷൻ എന്ന് പറയും. നമ്മൾ ഭാവി കാണുന്നു, ഇപ്പോൾ ഒരു ക്രിക്കറ്റ് മാച്ച് കാണുന്നു. സോ അപ്പോൾ അതിൽ ഇത്ര ആൾക്കാർ ജയിച്ച് അവർ കപ്പും കൊണ്ട് വരുന്നതായിട്ട് നിങ്ങൾ കാണുന്നു. സോ ഫ്യൂച്ചർ ഇവൻറ്റ് കാണുന്നു. സോ ഇതിനെയാണ് നമ്മൾ പ്രീകോഗ്നിഷൻ എന്ന് പറയുന്നത്. അവിടെ റാഷണൽ മീൻസ്, റാഷണലായിട്ടൊന്നും തിങ്ക് ചെയ്തില്ല, എന്തോ കാരണങ്ങൾ കൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു, ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നു. സോ അതിനെയാണ് നമ്മൾ പ്രീകോഗ്നിഷൻ എന്ന് പറയുന്നത്. ഇനി സൈക്കോകൈനസിസ് എന്ന് പറയുന്നത് ഇൻക്ലൂഡ് മെൻ്റൽ ഓപ്പറേഷൻ ദാൻ ഇൻഫ്ലുവൻസ് എ മെറ്റീരിയൽ ബോഡി ഓർ ആൻ energy system, as for example influencing the roll of dice to go to a certain number merely by concentrating hard on the number. സൈക്കോകൈനസിസ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ നിങ്ങളുടെ മൈൻഡ് കൊണ്ട് കൺട്രോൾ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ചില സമയങ്ങളിൽ ഗാംബ്ലേഴ്സൊക്കെ അവർ ഡൈസ് ഇതാക്കുമ്പോഴത്തേക്ക് അവർ വിചാരിക്കുന്ന ഇതിൽ തന്നെ അത് പോയി വീഴുന്നു, അവരുദ്ദേശിക്കുന്ന നമ്പറിലോട്ട് വീഴുന്നു. അപ്പം നിങ്ങളുടെ മൈൻഡ് യൂസ് ചെയ്ത് നിങ്ങൾ ആ ഒബ്ജക്റ്റിനെ കൺട്രോൾ ചെയ്യുന്നു. സോ ആ ഒരു ഇതിനെയാണ് നമ്മൾ സൈക്കോകൈനസിസ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെ ഒരു മിത്ത് അല്ലെങ്കിൽ ഒരു ഫിക്ഷൻ രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം സൈക്കോകൈനസിസ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ മൈൻഡിലൂടെ മറ്റൊരാളെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഏഴാം അറിവിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, അതേ കണക്കത്തെ ഒരു സംഭവമാണിത്. ക്ലോസ്ലി ലിങ്ക് ടു ദ പ്രീവിയസ് ഇസ് മൈൻഡ് ഓവർ മാറ്റർ ക്ലെയിംസ്. ഇവിടെ മൈൻഡല്ല മാറ്ററാണ് കൂടുതലും എന്താണ്, മൈൻഡ് ഉപയോഗിച്ച് ഒബ്ജക്റ്റുകളെ കൺട്രോൾ ചെയ്യുന്നു. മൂവിങ് തിങ്സ് വിത്ത് യുവർ മൈൻഡ്, നിങ്ങളുടെ മൈൻഡ് ഉപയോഗിച്ച് ഓരോ കാര്യങ്ങൾ മൂവ് ചെയ്യിക്കുന്നു. ദ മൂവി ക്യാരി ബീയിങ് എ പ്രൈം എക്സാമ്പിൾ. ക്യാരി എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണിത്. അതിന് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്, ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ടീനേജ് ഗേൾ ഹു ഹാസ് ദ എബിലിറ്റി ടു മൂവ് തിങ്സ് വിത്ത് ഹെർ മൈൻഡ്. സോ ഓരോ ഒബ്ജക്റ്റുകളും മൈൻഡ് ഉപയോഗിച്ച് മൂവ് ചെയ്യാനുള്ള കഴിവ് ഒരു കുട്ടിക്കുണ്ട്. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു കഥയാണ് ഈ ക്യാരി എന്ന് പറയുന്നത്. സോ അതാണ് സൈക്കോകൈനസിസ് എന്ന് പറയുന്നത്.
ESP 4 ഗ്രൂപ്പ്സ് ഉണ്ട് ടെലിപ്പതി. അത് നമ്മൾ ഓരോന്നിൻ്റെയും എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ടെലിപ്പതി എന്ന് പറയുന്നത് ട്രാൻസ്ഫർ വൺസ് തോട്ട് ടു അനദർ ഓർ റീഡ് സമ്മൺസ് തോട്ട്. ഒരാളുടെ തോട്ട് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റൊരാളുടെ തോട്ട് നമ്മൾ വായിച്ചെടുക്കുന്നു. ഈ പ്രീ കോഗ്നിഷൻ എന്ന് പറയുന്നത് പ്രെഡിക്റ്റ് ഫ്യൂച്ചർ, ഭാവി പ്രഡിക്റ്റ് ചെയ്യുന്നു. ഇനി വരാൻ പോകുന്ന, അല്ലെങ്കിൽ ഇനി വെള്ളപ്പൊക്കം വരുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നു എന്നൊക്കെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നു, ഫ്യൂച്ചർ പ്രഡിക്ഷൻ. സോ അതിനെയാണ് പ്രീ കോഗ്നിഷൻ എന്ന് പറയുന്നത്. ക്ലെയർ വയൻസ് എന്ന് പറയുന്നത് ടു പെർസീവ് ഇവൻറ്റ്സ് ഓർ ഒബ്ജക്റ്റ് ഔട്ട് ഓഫ് സൈറ്റ്. നമുക്ക് കാണാനോ കേൾക്കാനോ ഒന്നും പറ്റാത്ത ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇവിടെ മൈൻഡിനല്ല കൂടുതൽ, ഇവിടെ നമ്മൾ ഇവൻറ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ നമ്മൾ കാണുന്നു. സോ അതാണ് ക്ലെയർ വയൻസ് എന്ന് പറയുന്നത്. ഇനി സൈക്കോ കൈനസിസ് എന്ന് പറയുന്നത് മൂവ് ഒബ്ജക്റ്റ് വിത്തൗട്ട് ടച്ചിങ്. ഒബ്ജക്റ്റ് നമ്മൾ മൂവ് ചെയ്യുന്നു ടച്ച് ചെയ്യാതെ, എന്തുപയോഗിച്ച്? മൈൻഡ് ഉപയോഗിച്ച് നമ്മൾ ആ ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കുന്നു. സോ ഇതാണ് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷനിലെ 4 ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്ത കോൺഷ്യസ്നെസ് ആണ് നമ്മൾ പറയുന്നത്. ഇൻഡിവിജ്വൽ അവയർനെസ് ഓഫ് വൺസ് യുണീക്ക് തോട്ട്, മെമ്മറീസ്, ഫീലിംഗ്, സെൻസേഷൻ ആൻഡ് എൻവയോൺമെൻറ്റ്. കോൺഷ്യസ് ആയിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് എന്താണ് നമ്മുടെ തോട്ട്, അല്ലെങ്കിൽ നമ്മുടെ മെമ്മറി എന്താണ്, നമ്മുടെ ഫീലിംഗ് എന്താണ്, സെൻസേഷൻ എന്താണെന്ന്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും എന്താണെന്ന് നമ്മൾ അവെയർ ആയിട്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു വൈഡ് റേഞ്ച് ഓഫ് എക്സ്പീരിയൻസ് ഫ്രം ബീയിങ് അവെയർ ആൻഡ് അലേർട്ട് ടു ബീയിങ് അൺഅവെയർ ആൻഡ് അൺറെസ്പോൺസീവ്. ഈ കോൺഷ്യസ് ആവുക എന്ന് പറയുന്നത് 2 രീതിയിലാവാം. നമുക്ക് കൺട്രോൾഡ് പ്രോസസ്സും ആവാം, ഓട്ടോമാറ്റിക് പ്രോസസ്സും ആവാം. കൺട്രോൾഡ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഫുൾ അവയർനെസ് ആയിരിക്കും, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, നമുക്ക് അലേർട്ടായിട്ടിരിക്കുക, നമുക്ക് കോൺസെൻട്രേറ്റ്, നമുക്ക് പറ്റുന്ന കാര്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കോൺഷ്യസിലെ കൺട്രോൾഡ് പ്രോസസ്സിൽ വരുന്നത്. യൂഷ്വലി ഇൻ്റർഫിയർ വിത്ത് അതർ ഓൺഗോയിങ് ആക്ടിവിറ്റീസ്, നമുക്ക് നടക്കുന്ന ആക്ടിവിറ്റീസ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ്. ഓട്ടോമാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത് ലിറ്റിൽ അവയർനെസ് ആൻഡ് ടേക്ക് മിനിമൽ അറ്റൻഷൻ. കുറച്ച് അവയർനെസ്, നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് അവയർനെസ് മാത്രമേ ഉള്ളൂ, കുറച്ച് അറ്റൻഷൻ മാത്രമേ നമ്മൾ അതിന് കൊടുക്കാറുള്ളൂ. ഡു നോട്ട് ഇൻ്റർഫിയർ വിത്ത് അതർ ഓൺഗോയിങ് ആക്ടിവിറ്റി. ഈ ആക്ടിവിറ്റീസുമായിട്ട് നമ്മൾ ഇൻ്റർഫിയർ ചെയ്യാറില്ല. സോ അതാണ് ഓട്ടോമാറ്റിക് പ്രോസസ്സ്. ഇനി സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിൽ നമുക്ക് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. നോർമൽ വാക്കിംഗ് കോൺഷ്യസ്, നമ്മൾ നോർമലി നടക്കുന്ന കോൺഷ്യസ്നെസ്, നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അതുപോലെ ഓൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സും സ്ലീപ്പിംഗ് ആൻഡ് ഡ്രീമിങ്. അതിൽ ഓൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വൺസ് നോർമൽ മെൻ്റൽ സ്റ്റേറ്റസ് ആസ് എ റിസൾട്ട് ഓഫ് ട്രോമ ഓർ ആക്സിഡൻറ്റ് ഓർ ഇൻഡ്യൂസ്ഡ് ത്രൂ മെഡിറ്റേഷൻ, ഡ്രഗ്സ് എക്സെട്ര. അത് നമ്മുടെ ഒരു വ്യക്തിയുടെ കോൺഷ്യസ് സ്റ്റേറ്റിനെ ഓൾട്ടർ ചെയ്യുന്നു, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്നു. അത് എന്തുകൊണ്ടൊക്കെ ആകാം, അത് എന്തിൻ്റെ ഭാഗമായിരിക്കും? ചിലപ്പം ചിലർക്ക് ആക്സിഡൻറ്റ് വരിക, അല്ലെങ്കിൽ ആക്സിഡൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ട്രോമാസ് കാരണം അവരുടെ കോൺഷ്യസ് സ്റ്റേറ്റിൽ ചേഞ്ച് വരാം. അതുപോലെ അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിറ്റേഷൻസ് കൊടുക്കുന്നതിലോ അല്ലെങ്കിൽ ഡ്രഗ്സ് കൊടുക്കുന്നതിലൂടെയൊക്കെ ഇങ്ങനെ മെൻ്റൽ സ്റ്റേറ്റസിൽ അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യാം. ഹിയർ ദ മൈൻഡ് ക്യാൻ ബി അവെയർ ബട്ട് നോട്ട് ഇൻ ഇറ്റ്സ് വേക്ക്ഫുൾ കണ്ടീഷൻ സച്ച് എസ് ഹിപ്നോസിസ്, മെഡിറ്റേഷൻ, ഹാലൂസിനേഷൻ, ട്രാൻസ് ആൻഡ് ഡ്രീം സ്റ്റേറ്റ്. ഇവിടെ മൈൻഡിനെ അറിയാം, പക്ഷേ അത് എന്താണ്, ഫുള്ളി ഉണർന്നിരിക്കുമല്ല. സോ അങ്ങനത്തെ കണ്ടീഷനിലൂടെ, അതായത് ഹിപ്നോട്ടൈസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഹാലൂസിനേഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഡ്രീം സ്റ്റേജ്. സോ ഇങ്ങനെയുള്ള ഇതിലൊക്കെയാണ് നമ്മൾ ഓൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. സോ ഇനി നമുക്കിനി ഡീപ്പായിട്ടും എന്താണ് സ്ലീപ്പ്, ഡ്രീം എന്താണെന്നൊക്കെ നോക്കണം. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.